നല്ല രാത്രിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും കൂടപ്പെട്ടിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ ദൈവമക്കൾ, ദൂരത്തിരുന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ, ഇതിന് ശേഷമായിട്ട് ആരെങ്കിലും ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ അവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. തിരുവല്ല ബ്രോൺ ചർച്ചിൽ യോഗം നടക്കുകയാണ്. അവിടെ 6 മുതൽ 8 വരെയാണ് യോഗം. അപ്പോൾ ആരംഭസമയം അവിടെ അല്പസമയം സംബന്ധിച്ചു. അതിനുശേഷമാണ് ഓടിയെത്തിയത്. അപ്പോൾ ഇന്നലെ പോയപ്പോഴേ കർത്തൃദാസനോട് ഞാൻ പറഞ്ഞു, 8 മണിയാകുമ്പോൾ എനിക്ക് മൈക്ക് തരണം, ഞാനൊരു 7:45 കഴിഞ്ഞേ വരികയുള്ളൂ, 8 മണിയാകുമ്പം പ്രസംഗിക്കാൻ തരണം. അദ്ദേഹം അത് സമ്മതിച്ചു. എന്നാൽ 7:45 ആയപ്പോൾ എത്തി. 8-ന് മുമ്പ് തന്നെ, പറഞ്ഞതിനും 10 മിനിറ്റ് മുമ്പ് മൈക്ക് തരികയും ചെയ്തു. നമുക്ക് ശുശ്രൂഷിപ്പാൻ ദൈവം തരുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നലെ രാത്രിയിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവവചനം ധ്യാനിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി. അതോർത്ത് ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രിയിലും ഔവണ്ണം ദൈവം കരുണ ചെയ്യട്ടെ. ഇന്നലെ വന്നവരിലും കുറച്ചു ആൾക്കാരോട് ഇന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. നിങ്ങൾക്കും വന്ദനം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിച്ച് സഹായിച്ചാട്ടെ. അതിന്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. കായമോഗതികളോടും പോരടി ചടിമയതിൽ പെട്ടുപോയി ഞാൻ. വൈരിക ബീജാജിനോടും കായമോഗതികളോടും പോരടി ചടിമയതിൽ പെട്ടുപോയി ഞാൻ. വൈരിക ബീജാജിനോടും കായമോഗതികളോടും പോരടി ചടിമയതിൽ പെട്ടുപോയി ഞാൻ. വൈരിക ബീജാജിനോടും കായമോഗതികളോടും പോരടി ചടിമയതിൽ പെട്ടുപോയി ഞാൻ. അടിമയിൻ നോകം തകർത്ത ഉടയ തമ്പുരാനെ നല്ല, അടിമയിൻ മുഖം തകർത്ത ഉടയ തമ്പുരാനെ നല്ല, ഇടയനെ ഒരേഴയാണ്ട അടിയനെ കാൺ പാർക്കാദേവ യേശുവേ കരുണാസന പതിയേ. നട്ടം തിരിയും തന്നെ വീണ്ടുകൾ യേശുവേ കരുണാസന പതിയേ. നട്ടം തിരിയും തന്നെ വീണ്ടുകൾ യേശുവേ കരുണാസന പതിയേ. ഒഴിജാതരമോ കണ്ടതില്ല സകല മണ്ഡലാധിപ. ഭൂതലത്തിൽ നീ ഒഴിജാതരമോ കണ്ടതില്ല സകല മണ്ഡലാധിപ.
കണ്ടതില്ല സകല മണ്ഡലാധിപ ഭൂതലത്തിൽ നീ ഒഴിച്ച ദാസനെനിക്കാദരവോ കണ്ടതില്ല സകല മണ്ഡലാധിപ തേജതിൽ കൃപയില്ലാഞ്ഞും നാശമണയാതെ കാത്തു തേജതിൽ കൃപയില്ലാഞ്ഞും നാശമണയാതെ കാത്തു ചിത്തചഞ്ചലം വരുത്തി ചേർക്ക സൽബുദ്ധി വരുത്തി യേശുവേ കരുണാസന്നപതിയേ നട്ടം തിരിയും എന്നെ വിടുക യേശുവേ കരുണാസന്നപതിയേ നട്ടം തിരിയും എന്നെ വിടുക യേശുവേ കരുണാസന്നപതിയേ. നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ നല്ല രാത്രിക്കായിട്ട് വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാരംഭത്തിൽ വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാലും ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് ഇതുവരെ നിൽക്കുന്നു. ഇനിയും ദൈവജനത്തിൻ്റെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഓർക്കുന്ന സന്ദർഭത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ കയറി വന്നപ്പം പാസ്റ്റർ 14-ാം അധ്യായത്തിൽ കയറി. അപ്പം ഞാൻ 13-ൽ ഇന്നലെ വന്നതേ ഉള്ളൂ. അപ്പം ചില കാര്യം കൂടെ നമുക്കൊന്ന് ചിന്തിച്ച് വായിച്ച കുറുവാക്യത്തിലേക്ക് നമുക്ക് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ദൈവം അബ്രഹാമിനെ വിളിച്ച് ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിയ അബ്രഹാം ഇന്നലെ ചിന്തിച്ചല്ലോ. ഒരു ചെറിയ അപാകത അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ചെറുതാണെന്ന് നമുക്ക് തോന്നിയാലും അത് വലിയ വിഷയമായി തീർന്നു. ദേശത്തെ ക്ഷാമം കഠിനപ്പെട്ടപ്പോൾ നേരെ മിസ്രയീമിലോട്ട് പോയി. അത് ജീവിതത്തിലെ പാളിച്ചയായിരുന്നു. ഈ പടി നിയമം പഠിക്കുമ്പോൾ ഏതാണ്ട് ദാനിയേല് ഒഴികെ മിക്കവർക്കും അപാകതയും നാടൻ ഭാഷ പറഞ്ഞ പരുവക്കേടുമൊക്കെ ഉണ്ട്. മിക്കവർക്കും അബ്രഹാം വിശ്വാസികളുടെ പിതാവ, എന്നാലും പരുവക്കേടായി ഉണ്ട്. അത് നിങ്ങളെല്ലാവരും എടുത്ത് പരിശോധിച്ച് വേദപുസ്തകം മൊത്തം. ചിലരുടെ ഇരിപ്പും ഭാവം കൊണ്ടാൽ എന്നെപ്പോലെ ഒരു വിശുദ്ധൻ ഇന്ത്യക്കകത്ത് ഇല്ലെന്നുള്ള ധാരണ ചിലർക്കുണ്ട്. ദാനിയേൽ ഒഴികെ മറ്റ് മിക്കവർക്കും പലവിധമാകുന്ന ന്യൂനതകൾ നമ്മൾ ദർശിക്കാറുണ്ട്. അതുകൊണ്ട് യെഹോശാഫാത്തിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ പറയുക, യെഹോശാഫാത്ത് തൻ്റെ പിതാവാകുന്ന ദാവീദിൻ്റെ ആദ്യത്തെ വഴി നടന്നെന്ന. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചേ. ദാവീദിൻ്റെ ആദ്യത്തെ വഴി നടന്നെന്ന. എടുത്തവർക്കൊന്ന് വായിക്കാം. അവൻ തൻ്റെ പിതാവായ ദാവീദിൻ്റെ ആദ്യത്തെ വഴി നടന്നെന്ന് ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 3-4 വാക്യം വായിച്ചേ. യഹോശാഫാത്ത് തന്റെ പിതാവായ ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും യഹോശാഫാത്ത് തന്റെ പിതാവായ ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും അപ്പോൾ ദാവീദിന്റെ ആദ്യത്തെ വഴി. അപ്പോൾ വേറെ വഴിയുണ്ട്. അപ്പൊ അബ്രഹാമിന്റെ ജീവിതത്തിലെ ഒരു ചെറിയ പാളിച്ചയാണ്. അബ്രഹാം നേരെ ക്ഷാമം വന്നപ്പോൾ മിസ്രയീമിലേക്ക് പോയി. അങ്ങനെ മിസ്രയീമിൽ പോകരുതായിരുന്നു. ക്ഷാമം വന്നപ്പം ദൈവത്തോട് ആലോചന ചോദിച്ച് അവിടെ നിൽക്കണമായിരുന്നു. അതിന് വിധേയപ്പെട്ടില്ല. സംഭവം പിന്നീടാണെങ്കിലും
അബ്രഹാമിന്റെ കാലത്തെ ക്ഷാമം പോലെ ഇസഹാക്കിന്റെ കാലത്ത് ക്ഷാമം വന്നു. അപ്പൊ ഇസഹാക്ക് മിസ്രൈമിലോട്ട് പോയില്ല. കാരണം ഇസഹാക്കിന് മനസ്സിലായി അപ്പച്ചൻ പോയതിന്റെ ക്ലേശം ഇതുവരെ തീർന്നിട്ടില്ല. അപ്പച്ചൻ ഒരു പോക്ക് പോയതാ, അമ്മച്ചിയെ കിട്ടിയത്. ഏതമ്മച്ചി? യോടി, നിങ്ങൾ മനഃപൂർവ്വം എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനിരിക്കുക. മിസ്രൈമിൽ പോയപ്പോ കിട്ടിയത് ആരെയാ? ഹാഗാറിനെ. അതല്ലേ മിസ്രൈമി ദാസി. 16 വായിച്ചേ. അബ്രാമിന്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. എന്നാൽ അവൾക്ക് ഹാഗാർ എന്ന പേരുള്ള ഒരു മിസ്രൈമിയ ദാസി. ഹാഗാർ എന്ന പേരുള്ള ഒരു മിസ്രൈമിയ ദാസി. അത് മിസ്രൈമിൽ പോയപ്പോ കിട്ടിയതാ. അതിനെപ്പറ്റി വേദപഠിതാക്കളിൽ ചിലര് പറയുന്നത് ഈ അഡ്ജസ്റ്റ്മെന്റിലാന്നല്ലോ അവിടെ നിന്നേ. അപ്പം പറവോന് സാറാമാമയോട് പ്രിയമുണ്ടായി. അമ്മാമ്മയെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. അപ്പം പെങ്ങളാന്നും പറഞ്ഞാന്നല്ലേ കൊണ്ടുപോകുന്നത്. അപ്പം പറവോൻ തന്നെ ഒരു തീരുമാനമുണ്ട്, തന്ന ഏതായാലും പെങ്ങളെ ഞാനിഞ്ഞെടുത്ത് ഒരു സഹോദരിയെ നിനക്ക് തരാം. അങ്ങനെ ഹാഗാറിനെ അവിടുന്ന് കൊടുത്തത്. അപ്പൊ അങ്ങനെ ആ ഹാഗറിൽ കൂടി എന്തെല്ലാം വൈതരണികൾ അനുഭവിക്കുക. ഇസഹാക്കിന് മനസ്സിലായി ക്ഷാമം വന്നപ്പോൾ അപ്പച്ചൻ മിസ്രൈമിലോട്ട് പോയി, അത് ശുഭകരമായില്ല. അന്ന് മുതൽ പ്രശ്നമാ, ഇന്ന് വരെ തീർന്നിട്ടില്ല. അതുകൊണ്ട് ഇസഹാക്ക് ഒരു തീരുമാനമെടുത്തു, ഞാൻ ദൈവത്തോട് ആലോചന ചോദിക്കും. അപ്പൊ ദൈവത്തോട് ആലോചിച്ചപ്പോൾ ദൈവം പറഞ്ഞു, എങ്ങും പോകണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. ഞാൻ താഴോട്ട് പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഇസഹാക്ക് ആ ആണ്ടിൽ ബതച്ചു 100 മേനി വിളവ് കിട്ടി. ഇതിനകത്തൊരു ആത്മീക പാഠം, ദൈവമക്കളോട് ബന്ധപ്പെട്ട് ഉള്ള ആത്മീക പാഠം. ഒന്ന്, പ്രശ്നങ്ങൾ വരുമ്പോൾ വെപ്രാളപ്പെടരുത്, ദൈവസന്നിധിയിലിരിക്കണം. 2, ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ദൈവം നിനക്ക് ആലോചന പറഞ്ഞു തരും. അത് സ്വപ്നങ്ങളിൽ കൂടിയോ ദർശനങ്ങളിൽ കൂടിയോ വചനത്തിൽ കൂടിയോ ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴോ ഏതേലും വിധത്തിൽ ദൈവം ഇടപെടും. അങ്ങനെ ഇടപെടുമ്പോൾ ആ ആലോചന ഏറ്റെടുത്ത് അനുസരിക്കണം. അനുസരിച്ചാൽ എത്ര ക്ഷാമം കഠിനമാണേലും ഏത് പ്രതികൂലം വന്നാലും അതിന്റെ നടുവിൽ ദൈവം നിന്നെ ജയത്തോടെ നടത്തും. കോവിഡ് ആണെങ്കിലും കൊള്ളാം, നിപ്പയാണെങ്കിലും കൊള്ളാം, പിന്നെ എന്തുവൊക്കെയാ, തക്കാളിപ്പനി ആണെങ്കിലും കൊള്ളാം, പിന്നെ പക്ഷിപ്പനി ആണെങ്കിലും കൊള്ളാം, ഡെങ്കി ആണെങ്കിലും കൊള്ളാം, മങ്കി ആണെങ്കിലും കൊള്ളാം. നീ വെപ്രാളപ്പെടണ്ട. യോ കോഴിക്കോടെല്ലാം നിപ്പ, അതിനെന്നാ കൊടുങ്ങൂരൂട്ടം വരട്ടെ, കൊടുങ്ങൂരും വരട്ടെന്നേ. നിനക്കെന്നാ വെപ്രാളം? വെപ്രാളപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ഒരു മുഴം കൂട്ടാനൊക്കത്തില്ലല്ലോ. ഇരിപ്പ് കണ്ട ഒരു 5 മുഴം കൂട്ടുമെന്നും പറഞ്ഞായിരിക്കുന്നേ. ഒന്നും ഒക്കത്തില്ല. സ്തോത്രം. ഡംബോടുവാനീനും ധനാഢ്യ സാധുക്കളായോരും ഡംബോട് വാണീനും ധനാഢ്യ സാധുക്കളായോരും എല്ലാരും അന്തേ ഒരുപോലെ ലോകം, എല്ലാരും അന്തേ ഒരുപോലെ ലോകം ഇല്ലാതെ വെടിഞ്ഞീളും. നീയതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. നീയതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. നീയതു മറക്കാതെ
അപ്പൊ ശ്രദ്ധിക്കുക, ഇതിനകത്ത് ആത്മീക പാഠം. പ്രശ്നങ്ങൾ വരുമ്പോൾ വെപ്രാളപ്പെടരുത്. നാടൻ ഭാഷ പറഞ്ഞ പരവേശം എടുക്കരുത്, ദൈവസന്നിധിയിൽ ഇരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം നിനക്ക് ആലോചന പറഞ്ഞു തരും. ആലോചന കേട്ടേ ചെടിനേറ്റ് ഓടുകയല്ല, ആലോചന കേട്ടാൽ അത് അനുസരിക്കണം. അതനുസരിച്ച് കഴിയുമ്പോൾ എത്ര പോരാട്ടമാണെങ്കിലും, പ്രതിസന്ധിയാണെങ്കിലും, പ്രതികൂലമാണെങ്കിലും, ഏത് കഷ്ടതയാണെങ്കിലും, ഏത് പ്രതികൂലമാണെങ്കിലും അതിന് നടുവിൽ ദൈവം നിന്നെ അത്ഭുതകരമായി നടത്തും. ദൈവം വിശ്വസ്തനാ. കർത്താവ് പറഞ്ഞില്ല, കാക്കകളെ നോക്ക്, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പൊരിയും കൂട്ടുവെക്കുന്നില്ല, അതിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലേ? അമ്മ കുരുകിലെന്ന് നോക്ക്, അതിനേക്കാൾ വിശേഷതയുള്ളവരല്ലേ? നിങ്ങളുടെ ദൈവം അറിയാൻ നിങ്ങൾക്ക് എന്തെല്ലാം വേണമെന്ന്. ആകയാൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കുന്നു വിചാരപ്പെടരുത്. ഈ വക ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവോ ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. ആകയാൽ മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്ക്, അതോടുകൂടെ ഇതൊക്കെ തരും. എപ്പറാളെ പിടിക്കുകയൊന്നും ചെയ്യരുത്. സ്തോത്രം. നന്നായിട്ട് പ്രാർത്ഥിച്ച് ദൈവത്തോട് കാര്യം ചോദിച്ചോണം. ദൈവം അത്ഭുതകരമായിട്ട് നടത്തും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇസഹാക്ക് ആ ആണ്ടിൽ വധിച്ചു. അവന് 100 മേനി വളവ് ദൈവം കൊടുത്തു. 100 മേനി. ഇത് വരാൻ പോകുന്ന ആസന്നഭാവികൾ നടക്കാൻ പോകുന്ന ഒരു വിഷയത്തിന്റെ നിഴലും കൂടാ. ഈ ഭൂമിയുടെ ശാപമെല്ലാം ദൈവം മാറ്റും. കാരണം ഇസഹാക്കിന് മുമ്പ് വധിച്ചിട്ടും 100 മേനി കിട്ടിയില്ല. അതിന് പിന്നെ ഇതുവരെ ആരും വധിച്ചിട്ട് 100 മേനി കിട്ടിയിട്ട്. നമ്മളെല്ലാം വിതകാരാ, നന്നായിട്ട് വിതയ്ക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ അതിന് മുമ്പും അതിന് പിമ്പും ആർക്കും 100 മേനി കിട്ടിയിട്ടില്ല. ഇനി കിട്ടുന്നൊരു സുദിനമുണ്ട്. ഈ ഭൂമിയുടെ ശാപം ദൈവം മാറ്റും. ഇപ്പോൾ ഇത് ശാപകലുഷിതമായ ഭൂമിയാ. അങ്ങനെയാണല്ലോ ആദമനോട് പറഞ്ഞത്, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെടും. ശപിക്കപ്പെട്ട ഭൂമിയിൽ എന്ത് കുഴിച്ചാലും, എന്ത് വധിച്ചാലും, എന്തിട്ടാലും 100 മേനി കിട്ടുകയല്ല. എന്നാൽ ഈ ഭൂമിയുടെ ശാപം നമ്മുടെ കർത്താവ് മാറ്റും. അതാണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം, ഭൂമിയുടെ വീണ്ടെടുപ്പ്. ആ പുസ്തകം അതിന്റെ ആധാരമാണ്. അതെല്ലാം വാങ്ങി മുദ്രയെല്ലാം പൊട്ടിച്ച് ഈ ഭൂമിയെ ഇനി വീണ്ടെടുക്കും. വീണ്ടെടുത്ത് കഴിയുമ്പോൾ ഈ ഭൂമിയിൽ പിന്നത്തേതിൽ വിതയ്ക്കും. 100ക്ക് 100 മേനി കിട്ടും. സ്തോത്രം. അന്ന് അലോഗ്യം ഒന്നുമില്ല. 1000 ആണ്ട് വാഴ്ചയല്ലേ? അലോഗ്യം ഒന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. സ്തോത്രം. ധാർഷ്ട്യക്കാരില്ല, നിഗളികളില്ല, ഭോഗപ്രിയരില്ല, ഏഷണിക്കാരും ദൂഷകന്മാരും നന്ദി കെട്ടവരുമില്ല. വഞ്ചനയില്ല, വാഗ്വാദമില്ല, വൈരം അശേഷമില്ല. പിന്നെ ഒത്തിരി ഇല്ലാത്ത കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. നാസിസം, പാസിസം, എത്തിസം, പാന്തിസം, കമ്മ്യൂണിസം ഇല്ല, ലീഗലിസം ഇല്ല, മോഡേണിസം ഇല്ല, കോൺഗ്രസും ഇല്ല. ഇപ്പൊ ഇവിടെ ഇതെല്ലാം ഉണ്ട്. വരാൻ പോകുന്ന പുത്തൻ ഭൂമിയിൽ ഇതൊന്നുമില്ല. ആ ഭൂമിയിൽ വിശുദ്ധന്മാര് കാണും. ദൈവമക്കൾ ഭരിക്കും. അലോഗ്യം ഒന്നുമില്ല. കാരണം അലോഗ്യം ഉണ്ടാക്കുന്നതിനെ പിടിച്ച് ബന്ധിച്ചു വെച്ചിരിക്കുക 1000 ആണ്ട്. അവനല്ലേ ഈ നാശമല്ല ഒപ്പിക്കുന്ന. നാശകോടാരിയെ പിടിച്ച് കണ്ണുനീരാകയൊഴിഞ്ഞിടുമേ 1000 ആണ്ടു വസിക്കുമവനുടെ എനിക്കായൊരുക്കിയ കണ്ണുനീരാകയൊഴിഞ്ഞിടുമേ 1000 ആണ്ടു വസിക്കുമവനുടെ എനിക്കായൊരുക്കിയ ഓ യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാമൽ കാന്തനെ കാണാം. യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാൺമാൽ പ്രേമ കാന്തനെ കാൺമാ.
അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഇസഹാക്ക് ഈ പ്രശ്നം വന്നപ്പോൾ ഇട്ടേ ചോടിയില്ല, മിസ്രൈമിലും പോയില്ല, എങ്ങും പോയില്ല, ദൈവത്തോട് ആലോചന ചോദിച്ചു. പക്ഷെ അബ്രഹാം ചോദിച്ചില്ല. അബ്രഹാം നേരെ ഈ മിസ്രൈമിൽ പോയ അബ്രഹാമിനെ പറ്റി ഏറ്റവും വലിയ കുഴപ്പമിട്ട് ഞാൻ വചനത്തിന് വെളിച്ചത്തിൽ പറയാം. ഈ അബ്രഹാം വിശ്വാസത്തിൽ ഇറങ്ങി ചെന്നിടത്തെല്ലാം യാഗപീഠം പണിത്, പക്ഷെ മിസ്രൈമിൽ ഒരു യാഗപീഠം പണിതില്ല. മിസ്രൈമിൽ പണിതില്ല. അതായി പറ്റിയ കുഴപ്പം. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മിസ്രൈമിൽ ചെന്നങ്ങനെ പ്രാർത്ഥനയും കൂട്ടായ്മയൊന്നും ഇല്ല. ഞാൻ ദൈവമക്കളോട് പറയാം, പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, വിഷയമില്ലാഞ്ഞിട്ടല്ല, നമ്മൾ ഇന്ന് രാത്രി ആയുസോടിരിക്കുന്ന ഈ കൂട്ടായ്മയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ്. എൻ്റെ ഭാഷയല്ല, അല്ലെ നീ പണ്ട് തട്ടിപ്പോയേനും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രശ്നമുണ്ട്. ആർക്കാ ഒരു പ്രശ്നമില്ലാത്തവരിന്ന് കൈ പൊക്കിക്കേ, നിങ്ങളുടെ കൂടെ ഞാൻ ഇന്ന് വരിക. പക്ഷെ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ, പക്ഷേ അതിന് നമ്മളെ കണ്ടാൽ അങ്ങനെ പറയത്തുമില്ല. അതെന്നാന്ന് ചോദിച്ചാൽ ഈ കൂട്ടായ്മയുള്ളത് കൊണ്ടാണ്. ഈ കൂട്ടായ്മയാണ് നമ്മുടെ ബലം, ഈ കൂടിവരവാണ് നമ്മുടെ ബലം. അപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിലെ ഈ വൈതരണികൾ വരാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അബ്രഹാം ചെന്നിടത്തെല്ലാം യാഗപീഠം പണിത്, പക്ഷെ മിസ്രൈമിൽ യാഗപീഠം പണിതതായിട്ട് ഇല്ല. അതാ പറ്റിയ കുഴപ്പം. ഒന്നുമില്ല, യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം പറഞ്ഞേനുമായിരുന്നു ആലോചന, അത് മുതിർന്നില്ല. ഏതായാലും ആ പോക്കില് അമ്മാമയെ കിട്ടി. ഈ മിസ്രൈമിലെ പോക്ക് എല്ലാ വിധത്തിലും പ്രശ്നമായി. പിന്നീട് ഒന്ന് ഹാഗാർ വലിയ പ്രശ്നമായി. അതിൽ നിന്ന് ജനിച്ച സന്തതി ഇപ്പോഴും പ്രശ്നമാണ് അല്ലേ? ഇന്ന് വരെ തീർന്നിട്ടില്ല. ഇനിയിപ്പോൾ ഉടനെ എങ്ങും തീരത്തുമില്ല. ഇല്ല, അങ്ങനെ പുസ്തകത്തിൽ മുഴുവൻ എതിരല്ലേ? പുസ്തകത്തിലും അങ്ങനെ എതിരെ പാർക്ക് വന്ന ഒന്നും ഞാനിപ്പോൾ പോകുന്നില്ല. പ്രശ്നങ്ങളാണ്. അവിടുന്ന് കിട്ടിയ സമ്പത്ത് കണ്ടമാനം കിട്ടി. കാരണം ഫറവോൻ അബ്രഹാമിന് കൊടുത്തെന്നാണ് എഴുതിയേക്കുന്നത്. അബ്രഹാമിന് ഫറവോൻ സമ്പത്ത് കൊടുത്തു. അത് പ്രശ്നമാണ്. അങ്ങനെ തന്നെ അച്ഛാ ഞാൻ നോക്കിയായിരുന്നു, സന്ധ്യയ്ക്ക് നോക്കി. പിന്നെ ഞാൻ സന്ധ്യയ്ക്ക് നോക്കി അച്ഛാ, എനിക്കറിയാം അച്ഛാ നോക്കുമെന്ന്, അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതിയേക്കും. അപ്പൊ ഈ ഫറവോൻ ഇതെല്ലാം കൊടുത്തു, നന്മ കൊടുത്തു. ഇതെല്ലാം അവിടെ നിന്നാണ് കിട്ടിയത്. ഇത് മുഴുവൻ പ്രശ്നമായി. അതെ, 13-ാം അധ്യായം, അതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചു നിർത്തിയത്. 13-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അത് രണ്ട് കാര്യമാണ്. ഒന്ന്, അവിടെ വെച്ചാ ലോത്ത് പിരിയുക. 13-ാം അധ്യായത്തിൽ ലോത്ത് പിരിയുന്നു. രണ്ട്, അബ്രഹാമിന്റെ വിശേഷതയിൽ പ്രധാനപ്പെട്ടൊരു വിഷയം, അബ്രഹാമിന്റെ വിശ്വാസം. ഞാൻ ഇങ്ങനെ പറയും, നല്ല വിശ്വാസമുണ്ടെങ്കിൽ അലോഗ്യം ഉണ്ടാകുകയില്ല. നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ വഴക്ക് കാണുകയില്ല. തർക്കം വല്ലതും ഉണ്ടോ? നമ്മളെല്ലാവരും നാട്ടുകാരും വിശ്വാസികളെന്ന് ചിലർ പറയും, നമ്മളും അന്യോന്യം വിശ്വാസികളെന്നാ. ഞങ്ങളുടെ വിശ്വാസിയാ. തങ്കമ്മാമ, അയ്യോ ഞങ്ങളുടെ വിശ്വാസിയാ. ചാക്കോച്ചൻ, അയ്യോ ഞങ്ങളുടെ വിശ്വാസിയല്ലയോ. നിങ്ങളോ? ഞങ്ങളെല്ലാവരും വിശ്വാസത്തില്ല. ഇത് പൊതുവിൽ പറയുന്നൊരു പ്രയോഗമാണ്. വിശ്വാസമൊന്നുമില്ല. ദൈവത്തിൽ നല്ലതുപോലെ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ അലോഗ്യം ഉണ്ടാകത്തില്ല, വഴക്കുണ്ടാകുകയല്ലെന്ന്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 13-ാം അധ്യായം. ലോത്തിനോട് പറഞ്ഞു, നീ വടക്കോട്ടാന്ന് ഞാൻ തെക്കോട്ട്, നീ തെക്കോട്ടാന്ന് ഞാൻ വടക്കോട്ട്, നീ ആദ്യം തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നതുകൊണ്ട് ഇപ്പം പോകുന്നില്ല. അതിന്റെ കാരണം പറയാം. അബ്രഹാമിന് നല്ല വിശ്വാസമുണ്ട്. ഇവനിവിടെ എന്തോ തിരഞ്ഞെടുത്താലും എൻ്റെ ദൈവം എനിക്ക് അത് ഒരുക്കി വെക്കുന്നുണ്ട്. വിശ്വാസം ഉള്ളതുകൊണ്ടാണ്.
നമുക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട് അവന് തിരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുക്കത്തുമില്ല. ഇനി അഥവാ അവൻ എന്തെങ്കിലും അതിക്രമിച്ച് തിരഞ്ഞെടുത്താൽ അവന്റെ ഉച്ചി അടിച്ച് നമ്മൾ നമുക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. എടാ, ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നീ ചിന്തിക്കേണ്ടത് ഇങ്ങനെ, അവൻ എന്തേലുമൊക്കെ എടുത്തുകൊണ്ട് പോട്ടെ, എനിക്കിത് വിഷയമല്ല. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, എന്നെ രക്ഷിച്ച ദൈവം വിശ്വസ്തനാണ്. അതാണ് ഈ 13-ാം അധ്യായത്തിലെ പാഠം. അത് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാം. ഉൽപ്പത്തി 13-ാം അധ്യായത്തിലെ ആത്മീക പാഠങ്ങൾ: ഒന്ന്, ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിയുക. ഞാൻ ഇന്ന് രാവിലെയും വൈകുന്നേരം ഒക്കെ ദൈവവചനം ധ്യാനിച്ചു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ലോത്തിനെ പറ്റി ആ 13-ാം അധ്യായത്തോട് ബന്ധപ്പെട്ട് ചിന്തിച്ചാല്, ഒന്ന്, ലോത്തിന്റെ കുഴപ്പടി. ലോത്ത് ഒരു യാഗപീഠം പണിതതായിട്ട് എങ്ങും കാണുന്നില്ല. ലോത്ത് യാഗപീഠം പണിതതായിട്ട് എങ്ങും കാണുന്നില്ല. ഒറ്റ യാഗപീഠം ലോത്ത് പണിതതായിട്ട് വേറെ പുസ്തകത്തിലില്ല. എന്നാൽ അബ്രഹാം യാഗപീഠം പണിത് വായിച്ചേ. അബ്രഹാം യാഗപീഠം പണിത് 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചേ. ഉൽപ്പത്തി 12:7. യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അപ്പൊ ശ്രദ്ധിക്കുക, അബ്രഹാം യാഗപീഠം പണിതു. ലോത്ത് യാഗപീഠം പണിതതായിട്ട് ഒറ്റ വാക്യം ഇല്ല. സ്തോത്രം, ഒറ്റ വാക്യമില്ല. ലോത്തിന്റെ കുഴപ്പടിയാകാം. ഒരു ദൈവവൈതൽ എവിടെ ചെന്നാലും യാഗപീഠം പണിയണം, അത്യാവശ്യമാണ്. ട്രാൻസ്ഫർ ആയ ഒരു സ്ഥലത്ത് ചെന്നാൽ ആദ്യം ഒരു ദൈവവൈതൽ ആരാധനായിടമാണ് നോക്കുന്നത്. കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ദൂരോട്ടോ എവിടെയെങ്കിലും ജോലിക്കോ പഠനത്തിനോ പോയാൽ ആദ്യം ആരാധന സ്ഥലം അന്വേഷിക്കണം, എന്നാലേ രക്ഷപ്പെടുവോൾ. അതുകൊണ്ടാണ് നമ്മൾ പിള്ളേരെ ചെലവിട്ട് പിള്ളേരെ ആദ്യം പോകുന്നത് തിയേറ്റർ എവിടാ, ഇവിടെ ബീച്ച് അടുത്ത് വല്ലോ. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കാച്ചട്ടയായിട്ടാണ് അവൻ ഇറങ്ങിയത് ബീച്ചിൽ പോകാൻ. ഇവിടെ അടുത്ത് ബീച്ച് വല്ലോ, ആ ബീച്ച് ഒരു 30 കിലോമീറ്റർ പോകണം. അത് കുഴപ്പമില്ല. ആരാധനാ സ്ഥലം ഒരു 12 കിലോമീറ്റർ. യോക്കത്തില്ല, നമുക്ക് അത്രയും ദൂരമൊന്നും. ആരാധനയ്ക്ക് പോകാൻ 12 കിലോമീറ്ററേ ഉള്ളൂ, അതൊക്കത്തില്ല. ബീച്ചിൽ പോകാൻ ഇപ്പൊ പെൺപിള്ളേരും അങ്ങനെ. ഇപ്പൊ ഹെൽമെറ്റ് നിർബന്ധമാക്കേണ്ട കുഴപ്പമില്ല. അല്ലെ ചില പെൺപിള്ളേർ, എല്ലാവരും അല്ല, ആ പിള്ളേരുടെ പുറകിൽ ഇതെല്ലാം കൂടെ മൂടി കേട്ടിരിക്കുന്ന ഏതാണ് പോലും കണ്ടിട്ടില്ലേ? പെമ്പിളയാണോ കൂട്ടുകാരിയാണോ പഠിക്കാൻ വന്നതാണോ ഒരു പിടുത്തവും കിട്ടുകയല്ല, മൊത്തം മൂടി പൊതിഞ്ഞ്. നിങ്ങൾ ഈ കേരളത്തിലൊന്നുമല്ലേ, കണ്ടിട്ടില്ലേ? എല്ലാവരുടെയും കാര്യമല്ല ഈ പറയുന്നത്. ഒരു ദൈവവൈതൽ എവിടെ ചെന്നാലും ആദ്യം ആരാധനായിടം തിരക്കണം. ഇവിടെ കൂട്ടായ്മയുണ്ടോ, പ്രാർത്ഥനയുണ്ടോ, കൂട്ടായ്മയുണ്ടോ, ആരാധനയുണ്ടോ, അങ്ങനെ തിരക്ക് നീ ചെന്നാൽ നീ രക്ഷപ്പെട്ടു. അങ്ങനെ ആരംഭകാലത്ത് ചെന്നവരെല്ലാം അങ്ങനെ കൂടാരോ യാഗപീഠം തിരക്കി അന്വേഷിച്ച് യാഗപീഠം പണിതവർ മുഴുവൻ രക്ഷപ്പെട്ടു. നമ്മളിപ്പോൾ അമേരിക്കക്കാരുടെയും പേർഷ്യക്കാരുടെയൊക്കെ കാര്യങ്ങൾ പറയും. അവർ പേർഷ്യക്കാർ അങ്ങനെ ഇഷ്ടം പോലെ. അവരൊക്കെ ആരംഭകാലത്ത് ചെന്നപ്പോൾ ആദ്യം ചെന്നവരെല്ലാം അവിടെ പ്രാർത്ഥന തുടങ്ങി. അല്ല, ഈന്തപ്പനെ കയറി ഇരുന്നേച്ച് പറിച്ച് തിന്നേച്ച് കിടന്നുറങ്ങുകയല്ല. അറബി അറിയാതെ 3 കൊല ഈന്തക്കൊല വെട്ടി കുറച്ച് വിറ്റ് ബാക്കി തിന്ന്. ഇപ്പോൾ ആ ഗൾഫ് രാജ്യത്ത് AC മറ്റു അന്നൊക്കെ ആരംഭകാലത്ത് പോയവർ പറഞ്ഞിട്ടുണ്ട് AC ഒന്നുമില്ല, നല്ല റോഡില്ലല്ലോ. പക്ഷെ ആ സമയത്തും ആദ്യം ചെന്നവര് അവിടെ യാഗപീഠം പണിതു. അതുകൊണ്ട് തന്നെ പിന്നാലെ ചെന്നവർക്കും അനുഗ്രഹമായി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ലോത്ത് ചെന്നിട്ട് ഒറ്റ യാഗപീഠം പണിതതായിട്ട് എങ്ങുമില്ല. തന്നെ ലോകത്തിന്റെ രണ്ടാമത്തെ ഒരു കുഴപ്പടി, നോട്ടം അത് നല്ലതല്ല. നോട്ടം നല്ലതല്ല. ഞാൻ ആ ഭാഗം പഠിച്ചപ്പോൾ 3 പ്രയോഗമായി എടുത്ത് എത്തിക്കുക. 1, നോക്കി. 2, ഇവൻ നീക്കി.
3 ഇവനെ എടുത്തു. 1 നോക്കി, 2 എവിടെ പോവാ? പെട്ടെന്ന് വാ. ഉരുണ്ട് വീടരുത്. അപ്പൊ 1 ലോത്ത് നോക്കി, 2 ഇവൻ നീക്കി, 3 അവനിങ്ങെടുത്തു, തെരഞ്ഞെടുത്തെന്ന്. അപ്പൊ ഈ നോട്ടം നല്ലതല്ല. ഈ ദൈവമക്കളുടെയും നോട്ടം നല്ലതായിരിക്കണം. നിങ്ങളെ ചിലരെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ, എല്ലാവരും ആത്മാവിൽ ആരാധിക്കും, അവരെല്ലാവരും നോക്കി ഇവൻ ഗുണമുള്ളവനല്ല, ഇവൻ ഗുണപ്പെട്ടവനല്ല, അല്ലല്ലല്ലല്ല, ഇവൻ ഗുണപ്പെട്ടവനല്ല, ഇവൻ പമ്മി ഇതിനകത്ത് ഇരിക്കും, അവസരം കിട്ടുമ്പോൾ ഇവനെ അടിച്ചെടുത്തോണ്ട് പോകും. അതിന് സുബിഞ്ചിരിക്കുന്നു, നിന്റെ കാര്യമല്ലല്ലോ പറഞ്ഞു. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചേ, എല്ലാവരും ആത്മാവിൽ നിറയുമ്പോൾ ഇവനിങ്ങനെ നോക്കുന്നതാണ്. നമ്മൾ നോക്കുമ്പോ ഇവൻ ശരിയല്ല നോട്ടം. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചേ, നമ്മൾ നോക്കുമ്പോൾ അവർ മുഖത്ത് നോക്കി സംസാരിക്കുകയല്ല. ചിലരെ ശ്രദ്ധിച്ചേ, മുഖത്ത് നോക്കി സംസാരിക്കുകയല്ല, ക്ലിയർ അല്ല. അപ്പൊ ഞാൻ ചോദിക്കാം, യാക്കോച്ച എന്തുകൊണ്ട് വിഷയം? ചാക്കോച്ചൻ ജനലിൽ കൂടെ നോക്കിയാൽ ഒന്നുമില്ല മാസ്റ്ററെ, അതാണോ യാക്കോച്ചായന്റെ മര്യാദ? അല്ല, നേരെ. അപ്പൊ യോഗത്തിനിരിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ശുശ്രൂഷിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം ദൃഷ്ടി നല്ലതായിരിക്കണം. കണ്ണ് ചൊവ്വുള്ളതല്ലെങ്കിൽ സ്തോത്രം. ചില പ്രിയപ്പെട്ടവരെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, പേരൊന്നും പറയുന്നില്ല. നോട്ടം ശരിയല്ല. അവര് യോഗത്തിനിരുന്നാലും ദൃഷ്ടിയല്ല. നിങ്ങൾ നോട്ട് ചെയ്തോണം. ഞങ്ങളുടെ അവിടെ ചർച്ചിലെ ലൈവ് ഉള്ളത് കൊണ്ട് ചിലർ വിളിച്ചിങ്ങനെ പറയും, അവൻ എൻ്റെ കണ്ണും നോട്ടവും നല്ലതല്ല, ഒന്ന് നോട്ട് ചെയ്തോണമെന്ന്. ഞാൻ പിന്നെ ആരോടും പറയത്തില്ല, ഞാൻ പൊതുവിലങ്ങ് പറയും, ഗുണമാകട്ടെ. ലോത്തിന്റെ നോട്ടം ശരിയല്ല. ഇവന് നിങ്ങൾ ആ 10-ാം വാക്യം വായിച്ചേ, 13-10 വായിച്ചേ, 13-10. അപ്പോൾ ലോത്ത് നോക്കി, അവന്റെ നോട്ടം ശരിയല്ല. അപ്പോൾ ലോത്ത് നോക്കി, യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. ഞാനൊരു ചിന്ത പറയാം. ഒരു ദൈവഭക്തൻ നോക്കേണ്ടത് നീരോട്ടമുള്ള സ്ഥലത്തോട്ടല്ല നിന്റെ ദൃഷ്ടി, നീ നോക്കേണ്ടത് മേളിലോട്ടാണ് നോക്കേണ്ടത്. സങ്കീർത്തനക്കാരെ പാടി, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. നീ നീരോട്ടമുള്ള സ്ഥലത്തോട്ടല്ല നോക്കേണ്ടത്, നിന്റെ നോട്ടം സ്തോത്രം കർത്താവിങ്കിലേക്കായിരിക്കണം. കൺകൾ ഉയർത്തി ഞാൻ നോക്കും, എൻ കർത്താവേ നിന്ദയക്കായി. കൺകൾ ഉയർത്തി ഞാൻ നോക്കും, ഓ എൻ കർത്താവേ നിന്ദയക്കായി. ഓ നീ മാത്രമെന്നാളുമേ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ദൈവമക്കളെ, നമ്മുടെ നോട്ടം സ്വർഗത്തിലേക്ക് ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സഹായം വരുന്ന ഒരു പർവ്വത ഉയരത്തിലുണ്ട്. ഉപദേശിയെ നോക്കിയാൽ കുഴയും, സെക്രട്ടറിയെ നോക്കിയാലും കുഴയും, കൂട്ടുവിശ്വാസിയെ നോക്കിയാൽ കുഴയും. നീ അന്തും ബിന്ദും, ഞങ്ങളുടെ കോട്ടാലി തള്ള പറയുമ്പോൾ അന്തും ബിന്ദും നോക്കിയാൽ നീ കുഴയും.
പക്ഷേ നിന്റെ നോട്ടം ഉയരത്തിലേക്കാണെങ്കിൽ നീ ലജ്ജിക്കത്തില്ല. അതിലെ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, അവങ്കിലേക്ക് നോക്കിയവർ അവരുടെ മുഖം ലജ്ജിക്കാൻ അനുവദിക്കത്തില്ല. ലോത്ത് അവങ്കിലേക്ക് അല്ല നോക്കിയത്, ലോത്ത് നേരെ ഈ ആവശ്യമില്ലാത്തതെല്ലാം നോക്കിയാൽ പിന്നെ അങ്ങോട്ട് നീക്കും. താഴോട്ട് വായിച്ച നീക്കി എന്നൊരു പദം ഉണ്ടല്ലോ, വായിച്ചേ താഴോട്ട്. അബ്രാം കനാൻ ദേശത്ത് പാർത്തു, ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്ത് സൊദോം വരെ കൂടാരം നീക്കി നീക്കി കണ്ടോ, സൊദോം വരെ കൂടാരം നീക്കി അടിച്ചു. കൂടാരം നീക്കി അടിച്ചു. എങ്ങനുണ്ട് ഈ നോട്ടം? ശരിയല്ലെങ്കിൽ ആവശ്യമില്ലാത്തടത്തോട്ടെല്ലാം നീ അതാ നീങ്ങും. നീങ്ങി മനസ്സിലാകുന്നുണ്ടല്ലോ. ഈ നോട്ടം എറിയാൻ അല്ലാത്തത് കൊണ്ടാ നിങ്ങൾ എന്നെ തുറിച്ചൊന്നും നോക്കണ്ട. ഞാൻ പുസ്തകത്തിലെ കാര്യം പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെ അംഗീകരിച്ചാൽ മതി. പിന്നെ പറയേണ്ട കർത്തവ്യം എൻ്റെതാ, അത് പറയാനാണല്ലോ എന്നെ വിളിച്ചത്. നോട്ടം ശരിയല്ലെങ്കിൽ നിന്റെ ഇരിപ്പും പോക്കുമെല്ലാം നീ വേറെ സ്ഥലത്തോട്ട് നീക്കും. സ്തോത്രം. ഒറ്റയടിക്കല്ല പുള്ളി നീങ്ങി അങ്ങ് ചെന്നത്, കുറേച്ചെയാ. അങ്ങനെ ഒറ്റയടിക്ക് നേരെ ചെന്ന് കയറുകയല്ല, കുറേശ്ശെ. നോട്ടം ശരിയല്ല. അപ്പൊ നോക്കി കൂടാരം നീക്കി മുഴുവൻ ഇങ്ങെടുത്തു. ആ പുള്ളി പോയ സ്ഥലത്തെ പറ്റി പുസ്തകത്തിൽ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, യഹോവയുടെ തോട്ടം പോലെ ആയിരുന്നു നേരത്തെ. രണ്ട്, മിസ്രയീം പോലെ. അങ്ങനല്ലേ അവിടെ എഴുതിയേക്കുന്നത്? ലോത്തെടുത്ത സ്ഥലത്തിനെ പറ്റി കൊടുത്തിരിക്കുന്ന പ്രയോഗം വായിച്ചേ. യഹോവ സോദോമിനെയും ഗൊമോരയെയും നശിപ്പിച്ചതിന് മുമ്പേ, യഹോവ സോദോമിനെയും ഗൊമോരയെയും നശിപ്പിച്ചതിന് മുമ്പ് അത് യഹോവയുടെ തോട്ടം പോലെയും, അത് യഹോവയുടെ തോട്ടം പോലെയും. യഹോവയുടെ തോട്ടമല്ല, പക്ഷേ യഹോവയുടെ തോട്ടം പോലെ. തോട്ടമൊന്നുമല്ല, സ്തോത്രം. തോട്ടം പോലെ ദൈവത്തിന്. അങ്ങനെ ആ തോട്ടം പോലെയും സോവർ വരെ മിസ്രയീം ദേശം പോലെയും ആയിരുന്നു. ദൈവത്തിന് മഹത്വം. രണ്ട് ദേശത്തെ പറ്റി അവിടെ കൊടുത്തിരിക്കുന്നത്, ലോത്ത് എന്ന് കയറിയ സ്ഥലത്തിനെ ഉപമിച്ചിരിക്കുന്നത്. ഒന്ന് യഹോവയുടെ തോട്ടം പോലെ. ഏതൻ തോട്ടം? യഹോവയുടെ. രണ്ട്, മിസ്രയീം പോലെ. നിങ്ങളെ പുസ്തകം പഠിച്ചാൽ ഈ രണ്ടും പരുവക്കേടാ. ഏതൻ തോട്ടത്തെ ഇങ്ങനെ ചിന്തിക്കുന്ന നല്ലത്. അനുസരണക്കേടും ശാപവും. പാപം ചെയ്തു കഴിഞ്ഞപ്പോഴേ അനുസരണക്കേടും ശാപവും. അതുകൊണ്ട് തമ്പുരാൻ ദൂതനെ അവിടെ മിന്നുന്ന ജ്വാലയുള്ള വാളുമായിട്ട് നിർത്തി. പിന്നത്തേതിൽ പഠിച്ചു ഏതൻ തോട്ടത്തെ എടുത്ത്, പിള്ളേരുടെ ഭാഷ പറഞ്ഞ് എടുത്ത് എടുത്തടിച്ച് മറിച്ചു, അടിച്ച് പാതാളത്തിലോട്ടിട്ടു. തോട്ടം നനയ്ക്കാൻ ഒരു നദിയായിരുന്നു, അത് 4 ശാഖയായിട്ട്. വേറെ പഠിതാക്കൾ പറയുന്നത് ഏതൻ തോട്ടത്തെ എടുത്തടിച്ച് അലക്കി പാതാളത്തിലിട്ടു. പാതാളത്തിലിട്ടിട്ട് 2 നദി ഇപ്പം മേളിൽ കൂടെ ഒഴുകുന്നുണ്ട്, 2 അടിയിൽ കൂടെ ഒഴുകുന്ന. ആവശ്യമില്ലാത്ത നോട്ടത്തിനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നീ പോയാൽ എടുത്ത് ഏതൻ തോട്ടത്തെ എടുത്ത് മറിച്ചെന്നല്ലേ വായിച്ചേ. ചാക്കോച്ചൻ ആ വാക്യം കണ്ടോ? വായിച്ചേ. യഗസ്കേൽ പ്രവചനം. ഉൽപ്പത്തി തപ്പി ഊപ്പാട് വന്നാൽ കാണുകയില്ല. വേറെ കേസ്. എന്തോട്ടെ ഇവിടെ അടുത്തിട്ട് മറിച്ചത്. ഉൽപ്പത്തി ഊപ്പാട് വന്നാൽ കാണുകയില്ല. വായിച്ചേ. യഗസ്കേൽ പ്രവചനം അതിൻ്റെ 31-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യം സഹോദരി മൈക്ക് കൂടെ വായിക്കാമെങ്കിൽ ഉചിതമില്ലേ? ഉറക്കെ വായിച്ചോ.
യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ആ. അത് പാതാളത്തിൽ ഇറങ്ങിപ്പോയ അത് പാതാളത്തിൽ ഇറങ്ങിപ്പോയ നാളിൽ ഞാനൊരു വിലാപം കഴിപ്പിച്ചു. അടുത്തത് അതിനുവേണ്ടി ആഴത്തെ മൂടി ആ. പെരുവെള്ളം കെട്ടി നിൽക്കുവാൻ തക്കവണ്ണം ആ. അതിന്റെ നദികളെ തടുത്തു. ആ. അത് നിമിത്തം ഞാൻ ലെബാനോനെ കറുപ്പുടിപ്പിച്ചു. ആ. കാട്ടിലെ സകല വൃക്ഷങ്ങളും ആ. അത് നിമിത്തം ക്ഷീണിച്ചു പോയി. അതിന് നിമിത്തം ക്ഷീണിച്ചു പോയി. അടുത്തത് ഞാൻ അതിനെ കുഴിയിലിറങ്ങുന്നവരോടുകൂടെ ഞാൻ അതിനെ കുഴിയിലിറങ്ങുന്നവരോടുകൂടെ പാതാളത്തിൽ തള്ളിയിട്ടപ്പോൾ പാതാളത്തിൽ തള്ളിയിട്ടപ്പോൾ അതിന്റെ വീഴ്ചയുടെ മുഴക്കത്തിങ്കൽ അതിന്റെ വീഴ്ചയുടെ മുഴക്കത്തിങ്കൽ ഞാൻ ജാതികളെ നടുങ്ങുമാറാക്കി. അടുത്തത് ഏദനിലെ സകല വൃക്ഷങ്ങളും ഏദനിലെ സകല വൃക്ഷങ്ങളും ലെബാനോനിലെ ശ്രേഷ്ഠവും ഉത്തമവുമായി ആ. വെള്ളം കുടിക്കുന്ന സകല വൃക്ഷങ്ങളും വെള്ളം കുടിക്കുന്ന സകല വൃക്ഷങ്ങളും ഭൂമിയുടെ അധോ ഭാഗത്ത് ആശ്വാസം പ്രാപിച്ചു. അങ്ങോട്ട് പോയി അടിച്ച് താഴോട്ടിട്ട് ദൈവം. ഈയോട് ഈ യഹസ്കേൽ പ്രവചനം 31-ാം അധ്യായത്തിന്റെ 15 മുതൽ 3 പ്രാവശ്യം ഞാൻ മൈക്കിൽ കൂടെ പറഞ്ഞതാ. നാലാമതൊന്നുകൂടെ ഞാൻ പറഞ്ഞു, അഞ്ചാമതൊന്നുകൂടെ പറയാൻ പോവാ. യഹസ്കേൽ 31:15. അപ്പൊ ശ്രദ്ധിക്കുക, വെള്ളം കുടിക്കുന്ന വൃക്ഷങ്ങൾ. അതിനെപ്പറ്റി ചെല്ല് പറഞ്ഞത് വൃക്ഷത്തിന്റെ തലക്കം ചാഞ്ഞു വന്ന് വെള്ളം മുത്തുവാരുന്നെന്ന. അതിനെപ്പറ്റി ഒന്നും വിസ്തരിക്കുന്നില്ല. ഏതൻ തോട്ടം കേരവും ഗംഭീരവും ഈന്തലും കരിമ്പുളിപേരയും നാഗരംഗമാകന്തവാതുളങ്കം ആമ്രങ്ങളാമ്രഹാതകം ചെത്തിയും അതിവൃക്ഷം കമ്മറമാം താത്രി താലജാലങ്ങൾ വീലുക്കളും. ഏതൻ തോട്ടത്തിൽ ഗന്ധപുഷ്പങ്ങളേകും ജമ്പുകമ്പകിളവും ഗന്ധമോക്ഷവും മോക്ഷദ്രുമവും സപ്തച്ചതം വൻപാലും ഇനിപ്പാലും ഭോഷണത്താലും വാഴത്തമ്പുരാനിരിക്കാം ഏത്തനും ഗാംഭീര്യമുള്ളവാരന്ദ്രവച്ചീടിലും അൻപോട് പച്ചത്തൊലി പേറുന്ന ചിങ്ങനാദി ചിങ്ങമ്പഴം. അൻപോട് പച്ചത്തൊലി പേറുന്ന ചിങ്ങനാതിരമ്പകൾ പലതരം ഇക്ഷിക്കൾ പൂക്കളുള്ള ചുമ്പത്താം പൂക്കളുള്ള വൃക്ഷങ്ങൾ പലതരം രമ്യതയറ്റ കാട് തറയും പൊന്നാക്കുന്ന രമ്യാകതരുക്കളും സന്ധ്യാമേഘങ്ങൾ പോലെ ശോഭിച്ചു ചെമ്പൂക്കളാൽ വനദീപകയേറ്റും ശ്രീഭരമാർന്ന രക്തപുഷ്പങ്ങൾ മന്ദാരവും ലഘുനം ശകുനവും അജനമജമോജം ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബെറിയും ആപ്പിൾ വൃക്ഷമേകം വൃഷ്ടിക്ക് രമ്യങ്ങളും ഭക്ഷ്യതങ്ങളുമായ സസ്യങ്ങളുമാദികളാ അക്ഷയമായ കാന്തി വിലസുന്ന ആരാമത്തിൽ വെള്ളരി മുതലായ വല്ലികൾ പ്രഫുല്ലമായി നല്ലോട് കാന്തിയോടും നവ്യ പക്വത മൂലം ശോഭിച്ചു ചെമ്പൂക്കളാൽ വനദീപികയേറ്റും ശ്രീപരമാർന്ന രക്തപുഷ്പങ്ങൾ മന്ദാരവും. ഇതെല്ലാം അപ്പൊ ഇത് മുഴുവൻ ഏതൻ തോട്ടത്തിലാണ്. അപ്പൊ ഈ നോട്ടം ശരിയല്ലെങ്കിൽ ഇത് മുഴുവൻ ദൈവം അടിച്ച് താഴെ കളയും, കീഴ്മേൽ മറിച്ച് പാതാളത്തിലിട്ട്. ഒന്നുകൂടെ വാക്യം വായിച്ചേ സഹോദരി. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് പാതാളത്തിൽ ഇറങ്ങിപ്പോയ നാളിൽ ഞാൻ ഒരു വിലാപം കഴിപ്പിച്ചു. അതിനുവേണ്ടി ആഴത്തെ മൂടി പെരുവെള്ളം കെട്ടി നിൽക്കുവാൻ തക്കവണ്ണം അതിന്റെ നദികളെ തടുത്തു. അത് നിമിത്തം ഞാൻ ലെബാനോനെ കറുപ്പുടിപ്പിച്ചു. കാട്ടിലെ സകല വൃക്ഷങ്ങളും അത് നിമിത്തം ക്ഷീണിച്ചു പോയി. ഞാൻ അതിനെ കുഴിയിലിറങ്ങുന്നവരോട് കൂടെ പാതാളത്തിൽ തള്ളിയിട്ടു. അടുത്തത് അതിന്റെ വീഴ്ചയുടെ മുഴക്കത്തിങ്കൽ ഞാൻ ജാതികളെ നടുങ്ങുമാറാക്കി. ഏദനിലെ സകല വൃക്ഷങ്ങളും ലെബാനോനിലെ ശ്രേഷ്ഠവും ഉത്തമവുമായി വെള്ളം കുടിക്കുന്ന സകല വൃക്ഷങ്ങളും ഭൂമിയുടെ അധോഭാഗത്ത് ആശ്വാസം പ്രാപിച്ചു. അടിയിലോട്ട് തട്ടി. ഈ സ്ഥലമാ മിസ്റ്റർ ലോത്ത്. തെരഞ്ഞെടുപ്പൊക്കെ അവനവൻ എല്ലാവരും ശ്രദ്ധിച്ചോണം, എന്നതാ തെരഞ്ഞെടുക്കുന്നെന്ന്. അപ്പൊ ഇത് ലോത്ത് അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഇത് യഹോവയുടെ തോട്ടം പോലെയും മിസ്രയീം ദേശം പോല. അപ്പൊ യഹോവയുടെ തോട്ടം അത് അനുസരണക്കേട് ശാപു. മിസ്രയീം എന്തിനെ കാണിക്കുന്നു ചോദിച്ചാൽ ആ ഭാഗത്തോട് ബന്ധപ്പെട്ട് പഠിച്ചാൽ പ്രവാസവും പീഡയും. നീ ദൈവത്തെങ്കിലേക്ക് നോക്കാതെ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കാതെ അവൻ നിന്റെ ജഡപ്രകാരം നീ നോക്കി നീരോട്ടമുള്ളത് നോക്കിയാൽ ഒടുവിൽ നിന്റെ ഗതി ഇതാ, അധോഗതി പ്രാപിക്കും. എന്നാൽ ദൈവത്തെങ്കിലേക്ക് കണ്ണുയർത്തുന്നവനെ, ദൈവത്തെങ്കിലേക്ക് നോക്കുന്നവനെ ദൈവം ഉയർത്തും. ലോത്ത് നോക്കി നീരോട്ടമുള്ള സ്ഥലം. അബ്രഹാം നോക്കിയതിനെ പറ്റി വായിക്കുക. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള അബ്രഹാം
അങ്ങോട്ടാ നോക്കിയപ്പോൾ അവിടെ നല്ല പട്ടണം. ലോത്ത് നോക്കിയപ്പോൾ ഇനി വേറൊരു പാഠം പറയാം. ഈ ലോത്ത് അന്നേരം നോക്കിയെടുത്ത സ്ഥലം ലോത്തിനെ ചിലപ്പോൾ എല്ലാവരും അഭിനന്ദിച്ച് കാണും. എന്നാലും അച്ചായൻ്റെ ദർശനത്തിന് കുഴപ്പമൊന്നും ദൈവം അച്ചായനെ ഉയർത്തി. എന്നാലും അച്ചായൻ ഈ സ്ഥലം എടുത്തത് തന്നെ നന്നായി. നമുക്കിവിടെ ഒരു മെഗാ ചർച്ച്, പെമ്പളയും പിള്ളേരും പോലും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയല്ല, പിന്നെ അതിന് മെഗാ ചർച്ച്. നമുക്കിവിടെ ഒരു മെഗാ ചർച്ച് ആട്ടെ. അതിനകത്തൊരു ആത്മീയ പാഠം പറയാം. ലോത്ത് ദൈവാലോചന ചോദിക്കാതെ തിരഞ്ഞെടുത്ത ആ സ്ഥലത്തിന് ഭൗമികമായിട്ട് ഒത്തിരി മെച്ചമാണ്. ഒത്തിരി കെട്ടിടങ്ങളും ഒക്കെ കണ്ടെന്ന് വരാം. എല്ലാം ഉണ്ട് സ്ഥലത്ത്. റോഡ്, ഗതാഗതം, എയർപോർട്ട്. അന്നത്തെ കാലമല്ല, ഞാൻ ഇന്നത്തെ വെച്ചങ്ങ് പറയുക. എയർപോർട്ട്, ഗതാഗതം, റെയിൽവേ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, എല്ലാ സ്റ്റേഷനും ഉണ്ട്. ഫുഡ്, അക്കോമഡേഷൻ, നല്ല സ്ഥലമാണ്. പുള്ളി എല്ലാവരും അഭിനന്ദിച്ച് കാണും. ലോത്ത് അവിടുത്തെ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവർക്കും മൊബൈൽ അയച്ചു. എല്ലാവരും എന്തോ അതിന് മൊബൈൽ അങ്ങനെ അയക്കുമ്പോൾ എന്നാ പറയുന്നതിന് തിരിച്ച് മറുപടി പറയുന്നതിനായിട്ട് പറയുമല്ലോ, ലൈക്ക്. അതാ ലൈക്ക് അടിച്ചു. ഉടനെ ലോത്തും അമ്മാമ്മയും കൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. ഉടനെ പെൺപിള്ളേർ ബുള്ളറ്റേൽ, അവർക്ക് ആൺപിള്ളേരുണ്ട്, ഇണക്കി വെച്ചിട്ടുണ്ട്. അവർ രണ്ടും കൂടെ നിൽക്കുന്ന ലോത്ത് പറഞ്ഞു, മോക്ക ആലോചിച്ചേക്കുന്ന അവൻ്റെ പേര് ഡാനി തോമസ്. നല്ലതാ, ലൈക്കൊക്കെ അടിച്ചു, എല്ലാവരും അഭിനന്ദിച്ചു. പക്ഷേ ദൈവാലോചന ഇല്ലാതെ സ്വന്തമായിട്ട് തെരഞ്ഞെടുത്ത ആ സ്ഥലത്തിന്റെ ഒരു കുഴപ്പടി ഞാൻ ഇങ്ങനെ പറയാം. ലോത്ത് ഇത് തെരഞ്ഞെടുത്ത് കഴിഞ്ഞ് ലോത്തിന്റെ ആയുസ് പോലും ഈ സ്ഥലത്തിനില്ലായിരുന്നു. ലോത്തിന്റെ ആയുസ് പോലും. എന്നാൽ അബ്രഹാം തെരഞ്ഞെടുത്ത സ്ഥലം ഇന്നും മെച്ചമായിട്ട് നിൽക്കുകയല്ല, ബിസിനസ്സാ എന്നിരുന്നാലും നമ്മുടെ ഇടയിലുള്ള പെന്തിക്കോസുകാർ, കാശുള്ള പെന്തിക്കോസുകാരെല്ലാം ഇപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അവിടെ പോയി താമസിക്കുന്നു. ഇപ്പം ഇത്ര പേരെ കൊണ്ടുപോകുന്ന ആൾക്ക് ഫ്രീയാ. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ചില വിദ്വാന്മാർ അവിടെ ചെന്ന് ഇവരോടറിയാതെ വെളി ചാടി ഓടിപ്പോകുക. പണ്ടൊരുത്താൻ ഓടിപ്പോയിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുവന്ന്. നിങ്ങൾ പേപ്പറൊന്നും വായിച്ചില്ലേ? എന്നാലും സ്ഥലം നല്ലതാ. ഞാനിതുവരെ പോയില്ല. പോയവരൊക്കെ പറഞ്ഞ് നല്ലതാ. അവിടെ ചെന്ന് താമസിക്കുന്നു. പത്രോസ് പിടിച്ച മീൻ വറുത്ത് ആട്ടെ. എറണാകുളത്തൊരു തള്ള അവിടെ നിന്ന് ഒരു കുപ്പി വെള്ളവും കൂടെ കൊണ്ടുവന്ന് ഷോക്കേസ് വെച്ചു. ഞാൻ ചോദിച്ചു, ഇതന്നെ ഇത് യോർദാനിലെ വെള്ളമാണ്. ഞാൻ പറഞ്ഞു, തള്ളയെ ഭൂതവാ, അതിനകത്തെല്ലാം ഭൂതം കയറുമെന്ന് പറഞ്ഞു. ഏതാണ്ട് വലിയ പവിത്രമായിട്ടുമുണ്ട്. ഞാൻ പെന്തിക്കോസുകാരുടെ കാര്യമാണ് പറയുന്നത്. മറ്റുള്ളവർ ചിലപ്പോൾ കൊണ്ടുവരുമായിരിക്കും, അത് കൊണ്ടുവരട്ടെ. പെന്തിക്കോസുകാരുടെ കാര്യമാണ് പറയുന്നത്. 10 കുടം കൊള്ളുന്ന കുപ്പിക്കകത്ത് തള്ള അവിടുത്തെ ഒരു കുപ്പി വെള്ളം എടുത്ത് ഇവിടെ കൊണ്ട് വാട്ടിനെയൊക്കെ എന്നാ ചെയ്യാൻ. ആട്ടെ, ഞാൻ നമ്മുടെ വിഷയത്തിൽ വരാം. ലോത്ത് സ്വയമായി തെരഞ്ഞെടുത്ത സ്ഥലം ലോത്തിന്റെ ആയുസ് പോലും ഇല്ലായിരുന്നു. എന്നാൽ അബ്രഹാം വിശ്വാസത്താൽ ദൈവം പറഞ്ഞപ്പോൾ തെരഞ്ഞെടുത്ത സ്ഥലം ഇപ്പോഴും നിലനിൽക്കുക. ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ സ്ഥലത്തിന് അതിൻ്റെതായ പ്രത്യേകത ഉണ്ടല്ലോ. ഉണ്ട്. നീ ദൈവം പറയുന്നത് പോലെ പോകണം. പ്രൈസ് ദി ലോർഡ്. ആട്ടെ, നമുക്ക് 1-2 കാര്യം കൊണ്ട് ലോത്തിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒന്ന്, ഈ ലോത്ത്
ഈ യാഗപീഠം ഒന്നും പണിതില്ല, ഒരൊറ്റ യാഗപീഠം പോലും പണിതില്ല. 2, ലോത്തിന്റെ നോട്ടം അത്ര ശരിയല്ല. നമ്മൾ അടുത്തത് എടുത്ത സ്ഥലത്തെ പറ്റി പറയുക, ഏദൻ തോട്ടം പോലെയായിരുന്നു, അല്ലെങ്കിൽ മിസ്രയീം. സ്തോത്രം. അടുത്തത് 4, ലോത്ത് തെരഞ്ഞെടുത്ത സ്ഥലം ലോത്തിന്റെ ആയുസ് പോലും ഇല്ലാത്ത സ്ഥലമായിരുന്നു. 5, ഈ നിങ്ങൾ ആ 13-ാം അധ്യായം പഠിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞത്, ലോത്തിന് കൂടാരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു, പക്ഷേ യാഗപീഠമില്ലായിരുന്നു. നിങ്ങൾ ആ 13-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അബ്രാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ചു പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചു കൂടാഞ്ഞു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ലോത്തിന് കൂടാരങ്ങള് ധാരാളം ഉണ്ടായിരുന്നു, പക്ഷേ ലോത്തിന്റെ കുഴപ്പടി യാഗപീഠമില്ലാതായി പോയി. അതാ ഈ പിള്ളേര് പരുവക്കേടായത്. എന്നാൽ അബ്രഹാം യാഗപീഠം പണിതു. അത് ആരാധനയെ കാണിക്കുന്നതാ. യാഗപീഠം ആരാധന. അബ്രഹാം ആദ്യം ഒരു യാഗപീഠം പണിതു 12-ാം അധ്യായത്തിൽ. 13-ാം അധ്യായത്തിലെ പിന്നെ ഒരു യാഗപീഠം പണിതു. അത് 13-ന്റെ 18 മമ്രയുടെ തോപ്പി വന്ന് അവിടെ ഒരു യാഗപീഠം പണിതു. അപ്പൊ അബ്രഹാം ചെന്നിടത്തല്ല യാഗപീഠം പണിതു, മിസ്രയീം ഒഴികെ. എന്നാൽ ലോത്തിന് കൂടാരങ്ങളുണ്ട്, പക്ഷെ യാഗപീഠമില്ല. ദൈവമക്കൾ ചെല്ലുന്നിടത്ത് യാഗപീഠം പണിയണം. യാഗപീഠം ആരാധനയെ കാണിക്കുന്നതാണ്. ലോകത്ത് യാഗപീഠം പണിയാഞ്ഞത് കൊണ്ട് ആരാധനയില്ല, ആരാധന ആത്മീക കൂട്ടായ്മ. അതുകൊണ്ടാണ് പെൺപിള്ളേർ ആ വിധത്തിൽ ഇടപെട്ടത്. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, സെക്യുലർ പഠിത്തം പിള്ളേർക്ക് അത്യാവശ്യമായി. ഈ വന്ന കാലത്ത് കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചോണം, നല്ലതുപോലെ പഠിക്കണം. പഠിക്കാവുന്നിടത്തോളം, കർത്താവ് ആയുസ്സും ആരോഗ്യം തരുന്നിടത്തോളം പഠിക്കണം. അതിലെല്ലാം ഉപരി ആത്മീക പഠിത്തമാ ശ്രേഷ്ഠം. ആരാധന മുടക്കരുത്, കൂട്ടായ്മ മുടക്കരുത്, പ്രാർത്ഥന മുടക്കരുത്. അവൻ ആത്മാവിൽ നന്നായിട്ട് ബലപ്പെട്ടോണം. ലോകത്തിന്റെ പെൺപിള്ളേർക്ക് പറ്റിയ കുഴപ്പടി ഇതാ, ഇങ്ങനെയുള്ള കൂട്ടായ്മ ആരാധനയൊന്നും ഇല്ലായിരുന്നു. പിള്ളേരുടെ ഭാവി ധന്യകരമാകട്ടെ എന്നും പറഞ്ഞാ പിള്ളേരും കൊണ്ട് പുള്ളി നേരെ പോയത്. പക്ഷെ അവസാനം പരുവക്കേടായിപ്പോയി. അനന്തരം സംഭവിച്ച കാര്യമൊന്നും ഞാൻ പറയണ്ടല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയര്, സ്തോത്രം, ചെല്ലുന്നിടത്തെല്ലാം യാഗപീഠം പണിയണം. ദൈവത്തിന് മഹത്വം. അടുത്തത് 6-ാമത്തെ കാര്യം, ലോത്തിന്റെ 6-ാമത്തെ ഒരു കുഴപ്പടി, ഈ ലോത്തെ കിഴക്കോട്ട് യാത്ര ചെയ്തെന്ന. അങ്ങനല്ലേ അടുത്ത വാക്യം വായിച്ചേ? അങ്ങനെ ലോത്ത് കിഴക്കോട്ട് പോയെന്ന 13-ാം അധ്യായത്തിന്റെ. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. ദൈവത്തിന് മഹത്വം. എങ്ങോട്ട് പോയി? ഞാൻ എപ്പോഴും പറയും, ഈ ഗുണം വരാത്തവനെല്ലാം പോകുന്നത് എങ്ങോട്ടാ? വേണ്ടല്ല, കിഴക്കോട്ടാ. ഞാൻ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിലായി പറയുന്നത് കേട്ടോ. ഗുണം പിടിക്കാനുള്ളവനെല്ലാം കിഴക്കിൽ നിന്ന് ഇങ്ങോട്ട് വരികയും ചെയ്യും. അവ ഗുണപ്പെടാത്തവനെല്ലാം പോകുന്നത് നേരെ കിഴക്കോട്ടാണ്. അപ്പം കിഴക്കോട്ട് പോകുമ്പോൾ ഓർത്തോണം, പണ്ട് ഞങ്ങളുടെ വീട്ടിലെ പരാധീനതയൊക്കെയുള്ള സമയമല്ലേ. അപ്പം ആഹാരം ചിലപ്പം വിളമ്പി വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ യഥേഷ്ടം ലഭിച്ചെന്ന് വരികയല്ല. എല്ലാവർക്കും ഞാൻ പറയുന്ന മനസ്സിലാകുകയല്ല. ചാക്കോച്ചായനും തത്തുല്യമായ പിതാക്കന്മാർക്കൊക്കെ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകും. കൂട്ടാനൊക്കെ വിളമ്പുമ്പോഴേ, പണ്ടത്തെ വീടുകളിലൊന്നും ഒത്തിരി കൂട്ടാനൊന്നുമില്ല. സാധാരണക്കാരുടെ വീട്ടിൽ ഒരു കൂട്ടാനേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. ചോറും വെക്കും. ഏതേലും നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ ആറന്മുള വള്ളസദ്യയായിരുന്നു എന്നും. കാരണം 10-68 കൂട്ടം കൂട്ടാനായിട്ട് നീ ഉണക്കക്കുറിച്ച് ചുട്ടുന്നതിൻ്റെ വാട ഇതുവരെ പോയിട്ടില്ല. ഇപ്പോഴും വാ തുറക്കുമ്പം പഴയ കുറിച്ചിയുടെ അഹങ്കാരത്തിന് യാതൊരു, സത്യം പറ,
നിങ്ങൾ ജനിച്ചപ്പോഴേ 10-15 കൂട്ടാൻ കൂടിയാണോ? ഇല്ലല്ല. മിക്ക വീടുകളിലും സാധാരണക്കാരുടെ കാര്യമാണ്. ഏതെങ്കിലും ഒരു കൂട്ടാൻ. എൻ്റെ വല്യമ്മച്ചി ഒരല്പം മിടുക്കും സാമർഥ്യമുള്ളതാണ്. അമ്മയുടെ അമ്മ, ഞങ്ങൾ കഞ്ഞിയമ്മയെന്നാണ് വിളിക്കുന്നത്. കാരണം അമ്മ അടുക്കളയിൽ പെരുമാറുന്ന കഞ്ഞിയും കൂട്ടാനും ഒക്കെ. അതിന് അമ്മയെന്ന് വിളിക്കുമ്പോൾ എൻ്റെ അമ്മയും വിളി കേൾക്കും, വല്യമ്മയും വിളി കേൾക്കും. അതിന് ഞങ്ങൾ പിള്ളേരിട്ടത് കഞ്ഞിയമ്മ, കഞ്ഞി വെക്കുന്ന അമ്മ, കഞ്ഞിയമ്മ. പിന്നെ കാവാലത്ത് എല്ലാവരും കഞ്ഞിയമ്മയെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ അവിടെ എല്ലാം കഞ്ഞിയമ്മ. അല്പം മിടുക്കിയ. അപ്പം പറഞ്ഞുള്ള അറിവാണ്. അമ്മച്ചിയുടെ ഭർത്താവ്, അതായത് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അപ്പൻ, അന്ന് ഗുണപ്പെടാത്ത കാലമല്ലേ, പുള്ളി കുടിക്കും. രക്ഷിക്കപ്പെട്ടൊന്നുമല്ല. അപ്പം കുടിച്ചേച്ച് പുള്ളി ഒരു 6 അടി പൊക്കമുണ്ട്. വരുമ്പം പുള്ളിക്ക് അന്നത്തെ കാലമാണെങ്കിലും പുള്ളിക്കൊരു 2-3 കൂട്ടാൻ കറി വേണം. അപ്പം ആദ്യത്തെ ദിവസമൊക്കെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന സമയത്തൊന്നും പുള്ളിക്കാരിക്ക് അത്ര തിട്ടമില്ലായിരുന്നു. പിന്നീട് മനസ്സിലായി ഇത് പരുവക്കേടാണ്. അപ്പം കുടിച്ച് അല്പം അറിയാമല്ലോ. അപ്പോൾ പുള്ളിക്കാരി എന്നെ അടക്കും. ഞങ്ങളോട് പറഞ്ഞതാണ്, മിടുക്കിയ. ഉണക്കമീനും ചേമ്പും കൂടെ ചാറ് കറി വെക്കും. പുള്ളി കുടിച്ച് വലിയ വെളിവില്ലാതായി ഉണ്ണാൻ വരുന്നത് രാത്രിയിലൊക്കെ. അന്നേരം അമ്മച്ചി ചേമ്പും ഉണക്കമീനും കൂടെ ഒരു പീലീസിലെടുത്ത് വെക്കും. ഉണക്കമീനും ചേമ്പും ചാറും കൂടെ ഒരു പീലീസ് വെക്കും. ചേമ്പും ചാറും കൂടെ ഒരു പീലീസിലോട്ട് എടുത്ത് വെക്കും. ഉണക്കമീൻ തന്നെ ഒരു കറച്ചട്ടിന്നാ. പുള്ളി വെളിവില്ലാതല്ലേ വന്ന് ഇരിക്കുമ്പം എന്തിയാടി ചോറ് കൊണ്ടുവരാൻ പറയും. ചോറ് ആദ്യം വെച്ച് 4 പ്രാവശ്യമായിട്ടേ കൂട്ടാൻ കൊണ്ട് ചെല്ലുള്ളൂ. ആദ്യം ഒരു പീലീസ് വേണം. ഒന്നേ ഉള്ള, ഇല്ല കൊണ്ടുവരുന്നെന്ന് പറയും. 2 കൂട്ടാൻ, ഇല്ല ഇനിയുണ്ടെന്ന് പറയും. 4 പ്രാവശ്യം കൊണ്ടുവെക്കും. എന്നിട്ട് പുള്ളി ഇതെല്ലാം കഴിച്ചേച്ചേ, നല്ല വെളിവില്ലല്ലോ, ഒരു കറച്ചട്ടി അമ്മച്ചി ചെയ്തത്. പുള്ളി കഴിച്ചേച്ച് കൈയൊക്കെ കഴുകിച്ച് ഏമ്പക്കം വിട്ട് പറയും, കിട്ടുകയാണെങ്കിൽ ഇവളെ കെട്ടണം. അങ്ങനുണ്ട്. അതൊക്കെ ഒരു മിടുക്കാം. ആ വല്യമ്മച്ചിയുടെ കൊച്ചുമോനാ ഞാൻ. അമ്മച്ചി നല്ല ബുദ്ധിയായിരുന്നു. അതുകൊണ്ട് നല്ല തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ട്. അങ്ങനെയൊക്കെ സഹോദരിമാർക്ക് കുറച്ചൊക്കെ കൂർമ്മബുദ്ധിയുള്ള, ചില വിഷയത്തിൽ കൂർമ്മബുദ്ധിയുള്ളത് നല്ലതാ. അമ്മയാണ്ട സംഭവിച്ചിരിക്കുന്നു. എൻ്റെ ദൈവമേ, ഞാൻ എന്തുവായി കേൾക്കുന്നെന്നായിരിക്കും. അതെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങളുടെ വീട്ടിലെ ബുദ്ധിമുട്ടും പരാധീനതയൊക്കെ ഉണ്ട്. അപ്പം കുഞ്ഞിലെ അങ്ങ് ഓപ്പണായിട്ട് പറയാം. ഇപ്പോൾ ഒരു കോഴിയെ കറി വെച്ചാലും അല്ലെങ്കിൽ നല്ല മീൻ മേടിച്ച് കറി വെച്ചാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന യഥേഷ്ടം ചിലപ്പോൾ കിട്ടിയെന്ന് വരികയല്ല. അപ്പം എല്ലാവർക്കും വിളമ്പി തരുമ്പം ചിലപ്പോൾ അമ്മയോട് ചോദിക്കും ഇനിയുണ്ടോ. അപ്പം ചിലപ്പോൾ അമ്മയുടെ വീതം ചിലപ്പോൾ എനിക്ക് തന്നിട്ടുണ്ട്. അമ്മ കഴിക്കേണ്ടതാ, എന്നാലും ഞാൻ പറയുമ്പോൾ അത് വേണ്ട, അല്ലേ നീ ഞാൻ കഴിക്കേ, അങ്ങനെ തരും. പിന്നെയും ചോദിച്ചാൽ ഞങ്ങളുടെ അമ്മയൊരു ഡയലോഗ് പറയാം, വേണ്ട വേണ്ട വേണ്ട, അങ്ങനെ ഒത്തിരി കിഴക്കോട്ട് പോകണ്ട. അതാ ഒത്തിരി കിഴക്കോട്ട്. അന്ന് പിടികിട്ടിയില്ല. എന്നാൽ കൃപയിൽ വന്ന് ഈ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായി, അമ്മ പറഞ്ഞത് ഇതാണല്ലോ, കിഴക്കോട്ട് പോകുന്നവനെല്ലാം ഗുണം പിടിക്കാത്തവനാ. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കൈ നേരെ കിഴക്കോട്ട് പോയെന്നാ വായിക്കുന്നത്. വായിച്ചേ ആ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ. അങ്ങനെ കൈയിൻ യഹോവയുടെ സന്നിധി, അങ്ങനെ കൈയിൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദെന് കിഴക്ക്, ഏദെന് കിഴക്ക് നോര് ദേശത്ത് ചെന്ന് പാർത്തു. അപ്പം കൈയിൻ എങ്ങോട്ടാ പോയത്? കിഴക്കോട്ട്. എന്തോ ചെയ്താച്ചാ പോയത്? ഹാബേലിനെ കൊന്നേച്ചേ. എന്തിനാ കൊന്നത്? ആരാധനാ വിഷയത്തിൽ. അവൻ എങ്ങനെയാ കൊന്നത്? സൂത്രം പറഞ്ഞു. അവൾ സഹോദരനെ കൊന്നിട്ട് ഇവൻ പോയത് നേരെ കിഴക്കോട്ടാ പോയത്. അതാ ഗുണം പിടിക്കാത്തവനെല്ലാം പോകുന്നത്. ഇപ്പോഴല്ല, ചില കാലങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ അടിപിടി കേസ് ഉണ്ടായിട്ട് ചിലർ നേരെ പോകുന്നത് ഹൈ റേഞ്ചിലാണ്.
എല്ലാവരുടെയും കാര്യമല്ല. അങ്ങനെ പോയ ചില ആൾക്കാരെ എനിക്ക് തിട്ടമുണ്ട്. നാട്ടിൽ അടിപിടി കേസ് ഉണ്ടാക്കിയല്ലേ കത്തിക്കുത്ത് ബഹളം ഉണ്ടായിട്ട് നേരെ പോകുന്നത്. ചിലര് പോയിട്ട് ഇഞ്ഞ് വന്നു, ചിലർ അവിടെ തന്നെ തങ്ങി. ഇപ്പൊ അവരുടെ 1-2 തലമുറയായി. ഇപ്പൊ ഒന്നും പറഞ്ഞാൽ ഏക്കുകയല്ല. പോയ ചരിത്രം പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിലര്, എല്ലാരും അല്ല. അപ്പോൾ ഇവന്റെ കൈ ഹാബേലിനെ കൊന്നേച്ച് പോയത് എങ്ങോട്ടാ? നേരെ കിഴക്കോട്ട്. ഉണ്ടോ ഗുണം പിടിക്കാത്തവൻ പോയത്. ഇനി ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ 11-ാം അധ്യായത്തിന്റെ 1-2 വായിച്ച്. അവരും കിഴക്കോട്ടാ പോയത്. വായിച്ചേ. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ സംസാരവുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവത്തിന് വിരോധമായി, വചനത്തിന് വിരോധമായി ബാബേൽ ഗോപുരം പണിയുവാൻ നിമ്രോദിന്റെ നേതൃത്വത്തിൽ ഇവർ പോയത് എങ്ങോട്ടാ? അത് കിഴക്കോട്ടാ. വിശദീകരിക്കുന്നില്ല. ലോത്ത് പോയതും കിഴക്കോട്ട. അപ്പം ഗുണം വരാത്തവരെല്ലാം പോകുന്നത് കിഴക്കോട്ട. ആട്ടെ, ഞാൻ അടുത്ത ആ ഭാഗം പറയുന്നില്ല. ലോത്തിന്റെ കുഴപ്പടികളായതല്ല. നീ കിഴക്കോട്ടല്ല പോകേണ്ടത്, ദൈവത്തിങ്കിലേക്ക് വരണം, വചനത്തിങ്കിലേക്ക് വരണം, പ്രമാണത്തിങ്കിലേക്ക് വരണം, ഈ കൂട്ടായ്മയിലേക്ക് വരണം. Praise the Lord. 7ാമത്തെ കാര്യം, ലോത്തിന് പറ്റിയ കുഴപ്പടിയിൽ 7ാമത്തെ കുഴപ്പടി ഇങ്ങനെല്ലാം ചെയ്തത് പുള്ളി അങ്ങ് വലഞ്ഞു. അതാ പത്രോസ് പറഞ്ഞത്, വലഞ്ഞു പോയ നീതിമാനായ ലോത്ത്. കുറച്ച് നീതി ന്യായമൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ വലഞ്ഞു പോയി. എന്നെ കേൾക്കുന്ന പ്രിയര്, ഈ 13-ാം അധ്യായത്തിൽ ലോത്തിന് സംഭവിച്ച അധപതനങ്ങളാണ്. എന്നാൽ അബ്രഹാമിന് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുമ്പോൾ അബ്രഹാമിന്റെ വിശേഷതകളിൽ പലതുണ്ട്. ദൈവത്തിന് മഹത്വം. 1-2 കാര്യങ്ങൾ കവിവാചകം പോലെ ചിന്തിച്ച് നമുക്ക് വേഗത്തിൽ ആ 15-ാം അധ്യായത്തിൽ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന്റെ വിശേഷത 1 ഇന്നലെ നമ്മൾ ചിന്തിച്ചല്ലോ. അബ്രഹാമിനെ ദൈവം വിളിച്ചതാ. യെശയ്യാവ് 51:2 വായിച്ചേ. അബ്രഹാമിനെ ദൈവം വിളിച്ചു. വായിച്ചേ. നിങ്ങളുടെ പിതാവായ അബ്രഹാമെങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായെങ്കിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഞാൻ അവനെ ഏകനായി വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, അബ്രഹാമിന്റെ വിളിയെ പറ്റി പറയുക. അബ്രഹാമിനെ ദൈവം ഏകനായിട്ട് വിളിച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, 1 അബ്രഹാമിന്റെ വിശേഷത ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങിയവനാ. 2 ഞാൻ വിവരിക്കുന്നില്ല. 2 അബ്രഹാമിന്റെ പ്രത്യേകത, അബ്രഹാം നദി കടന്നു വന്നവനാ. വിളി കേട്ടിട്ട് അവിടെ തന്നെ നിന്നില്ല, ചവിട്ടി നിന്നില്ല. അബ്രഹാം നദി കടന്ന് ഇക്കരെ കയറി. നിങ്ങളാണ്ട് യോശുവയുടെ പുസ്തകം 23-ാം അധ്യായം എടുത്താട്ടെ. അവിടെ നദി കടന്നു വന്നെന്നാ കൊടുത്തിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 2-3 വാക്യം വായിച്ചേ. അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോറിന്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യദൈവങ്ങളെ സേവിച്ചു പോന്നു. എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്കക്കരെ നിന്ന് കൊണ്ടുവന്ന് കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ച് അവന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും. അബ്രഹാമിനെ നദിക്കക്കരെ എന്ന് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അബ്രഹാം നദി കടന്നിക്കരെ വന്നവനാ. ഇനി മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ അബ്രഹാം വെള്ളം കടന്നയിക്കരെ, ഒന്നുകൂടെ പറഞ്ഞ വെള്ളത്തിൽ കൂടെ കടന്നിക്കരെ കയറിയെന്ന്. നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ അബ്രഹാം സ്നാനപ്പെട്ടെന്ന്. വിളി കേട്ടിട്ട് അവിടെ തന്നെ ആ 80 ദൈവം വിളിച്ചതാണെന്ന് പറഞ്ഞ് അവിടെ തന്നെ ചവിട്ടി നിൽക്കുകയല്ല, നദി കടന്നിക്കരെ കയറി. സ്തോത്രം. അത് കയറിയേ നോക്കുള്ളൂ. നദി കടക്കണം. നദി കടന്നവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. പിന്നെ നദി കടന്നവരെല്ലാം വെള്ളത്തിൽ കൂടി രക്ഷപ്പെട്ടത് മുഴുവൻ. നോഹ കുടുംബം വെള്ളത്തിൽ കൂടെ രക്ഷപ്പെട്ടു. അബ്രഹാം വെള്ളം കടന്നിക്കരെ വന്നു, രക്ഷപ്പെട്ടു. ഇസ്രായേൽ മക്കൾ മുഴുവൻ നദി കടന്നു. സ്തോത്രം. ഗുണം പിടിക്കാത്തവനല്ലേ ഇടയ്ക്ക് പട്ടുപോയി, പക്ഷെ വീണ്ടും അവർ യോർദാൻ കടന്നു. സ്തോത്രം. ഏലിയാവും എലീശയും നദി കടന്നു. വന്നവനെല്ലാം വിടുതലാ. യാക്കോബ് പറഞ്ഞു, ഒരു വടിയുമായിട്ട് ഞാൻ പോയി, തിരിച്ച് എത്ര കൂട്ടമായിട്ടാണ് ഞാൻ തിരിച്ചു. വെള്ളം മറികടന്നവനെല്ലാം രക്ഷപ്പെട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. നീ ഇത് കടന്നാൽ നിനക്ക് രക്ഷയാ.
ഞാൻ എല്ലാ വാക്യങ്ങളും എടുപ്പിക്കുന്നില്ല. അടുത്തത് അബ്രഹാമിന്റെ ഒരു വിശേഷത, ഈ പിണങ്ങുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല. പിണക്കമൊന്നും എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അങ്ങ് പറയും, പിണക്കമില്ല. നമുക്കോ നമ്മളൊന്നും പറയത്തില്ല, പക്ഷെ എല്ലാം ഉള്ളിൽ വെച്ച് നമ്മൾ എന്തുകൊണ്ട് വിശേഷം സുഖാന്ന് എന്തുകൊണ്ട് വിശേഷം വേറെ എന്തുകൊണ്ട് അകത്ത് മുഴുവൻ തോന്നിരിക്കുക. അബ്രഹാമിന് പിണങ്ങുന്നത് ഇഷ്ടമല്ല. നിങ്ങൾ ആ 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമല്ലയോ വായിച്ചേ? സ്തോത്രം. അതുകൊണ്ട് അബ്രാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുത്. കണ്ടോ, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, ആരോടും പിണങ്ങരുത്. ചിലരുണ്ട് ഇനി പിണങ്ങാൻ ഭൂമിയിൽ ആള്, ഇനി പുതിയ ആൾക്കാരാരെങ്കിലും വരണം. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. മുഴുവൻ ആൾക്കാരോടും കയറി കൊമ്പ് കോർക്കുന്ന കണ്ടിട്ടില്ലേ? അവിടെ ഒരു തള്ള വരുമായിരുന്നു, ചായ കൊണ്ട് കൊടുക്കുക, അമ്മ ചായ, എന്നെ ചായ ഒന്നും കുടിപ്പിക്കണ്ട, ഞാൻ ഒത്തിരി ചായ കുടിച്ചതാ. ഉണ്ടോ? എന്നാ ചെയ്യുന്നു ഇതിനെയൊക്കെ? നാട്ട മോനെ ഒരുത്തം കൊണ്ട് കൊടുക്കാനുണ്ടല്ലോ, അത് വലിയ കാര്യമല്ലേ? മരുമകള് അമ്മേ ചോറ് കഴിക്കാമെന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ ചെല്ലണ്ടേ? അതിലേ എൻ്റെ മര്യാദ. അമ്മേ പാമ്മേ ചോറ് കഴിക്കാം. അന്നേരം നോട്ടമൊക്കെയാ, നിങ്ങളൊക്കെ അങ്ങ് കഴിച്ചാൽ മതി, എന്നെ കഴിപ്പിക്കുമൊന്നും വേണ്ട. തള്ളേ, നീ വെള്ളം ഇറങ്ങി ചാകുകയല്ല, നീ കഷായിക്കും. കഷായിക്കും. ഞങ്ങളുടെ അമ്മയുടെ ഭാഷ പറഞ്ഞാൽ നീ ഒരു നടക്ക് പോകുകയല്ല. എടാ, മരുമകൾ സന്തോഷത്തോടെ ചോറുണ്ണാൻ വിളിക്കുമ്പോൾ ചെല്ലുകല്ലേ മര്യാദ, അല്ലേ? എന്നാ നീ അവിടെ കട്ടിലടിയെല്ലാം തപ്പി നടക്കുക. എന്താ എൻ്റെ കൂടെ അവിടെ എങ്ങാണ്ട് ചോറിന് വിളിച്ചപ്പോഴാ കൂടിനകത്ത് കൈയേറ്റുന്നു, വലിച്ചെടുക്കുന്നു, പിന്നെയും കൂടിനകത്ത് കൈയേറ്റുന്നു. മെനകേട് ഒത്തിരി ഉണ്ടെന്ന്. മരുമകൾ നിന്നെ വിളിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? അത് വലിയ ഭാഗ്യമാണ്. അന്നേരം എന്ത് തിരക്കാണ് മോളെ, ഞാൻ വരുവാ. ഇനി ചിലർക്ക് ചോറ് ഡൈനിങ് ടേബിളിൽ വെച്ചാൽ ചില തള്ളമാരിക്കും, അത് എടുത്ത് നേരെ അടുക്കളയുടെ പടിയെ പോയിരിക്കും. അവിടെ ചെന്ന് തെക്കോട്ട് നോക്കി, ഇതൊന്നും ഗുണമുള്ളതല്ലെന്ന്. അതാണോ എൻ്റെ മര്യാദ? സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഒരു വീട്ടിൽ പണ്ട് ചെന്നപ്പോഴേ അപ്പം എന്നെയും വിളിച്ച് ഭക്ഷണത്തിന് ഞാൻ വരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, അമ്മച്ചി എന്ത് ചെയ്യേ? അവർക്കൊരു ബുദ്ധിമുട്ട്. ഞാൻ അമ്മച്ചിയെ നോക്കിയിരുന്നു, അമ്മച്ചി അടുക്കളയുടെ ഇവിടെ നിന്ന് ചോറ് തിന്നില്ല. ഞാൻ പറയാം, അമ്മച്ചി വാമ. ഞാൻ അവരുടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയല്ല. ആരുടെ ഡൈനിങ് ടേബിളിൽ? സ്വന്തം മകനാ. ഞാൻ അവരുടെ ഡൈനിങ് ടേബിളിൽ. എന്നാൽ പിന്നെ എന്തിനാ വീട്ടിൽ താമസിക്കുന്നേ? രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതെ, ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ 1-2 പേരുള്ളത്, മരുമക്കളുടെ കുറ്റം വേറെ ആരോടും പറയരുത്. മോളോടും പറയരുത്, ഫോൺ ചെയ്തും പറയരുത്. ഇപ്പം മുഴുവൻ പുസ്തകം വായിക്കാം, നമ്മെ ഇങ്ങോട്ട് നോക്കമ്മേ, ഇങ്ങോട്ട് നോക്കാൻ മുഴുവൻ അങ്ങ് അധ്യായം വായിച്ചു തീർക്കുക. മരുമകളെ, എൻ്റെ അഭിപ്രായം അങ്ങ് പറയാം, മരുമകളായിട്ട് കാണരുത്, മോളെ പോലെ കരുതണം. സ്വന്തം മകള് വല്ലപ്പോഴും ആയിരിക്കും വരുന്നത്. അതുപോലെ അത്യാസന നിലയിൽ വരുമ്പം അതും ഇപ്പം വിരളമാണ്. എന്തേലുമൊക്കെ പറഞ്ഞാലും മരുമകളല്ലേ കൂടെ നിൽക്കുന്നേ. അയ്യോ എന്ന് വെക്കുമ്പം ഓടി വരുന്നതാരാ? എന്നെ നിങ്ങൾക്കെല്ലാവരും അരുതാഴിയ പോലെ മനസ്സിലാകുന്നുണ്ടോ? നല്ല മനസ്സായിരിക്കണം, പിണങ്ങരുത്. മനുഷ്യന് അഭിപ്രായ വ്യത്യാസമൊക്കെ വരികയല്ലേ, എല്ലായിടത്തും ഉണ്ടാകും. അത് സ്നേഹത്തിന്റെ ആത്മാവിൽ പറഞ്ഞ് പരിഹരിക്കണം. അതാ എൻ്റെ മര്യാദ.
അബ്രഹാമിന്റെ ജീവിതത്തിന്റെ നല്ല മാതൃകയാ. ഈ ഇടയന്മാര് തമ്മിൽ ശണ്ട തുടങ്ങിയ ഉടനെ അബ്രഹാം ലോത്തിനെ വിളിച്ച് ഇനി വരാൻ പറഞ്ഞു. കുറച്ച് ദിവസമായിട്ട് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഞാൻ കേൾക്കുന്നു, ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു, അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളിപ്പോൾ അതൊന്നും ചർച്ച ചെയ്യണ്ട. ഒരു കാര്യം ചെയ്യും, നമ്മൾ തമ്മിൽ പിണങ്ങരുത്. കാരണം പറയാം, കനാന്യരും പെരിസരും ഇവിടെ മുഴുവൻ താമസിക്കുന്നത്. അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? യോ എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുത്. അതിന് മുകളിലാണോ താടിയാണോ എഴുതുന്നത്? കനാന്യരും പെരിസരും. അബ്രാമിന്റെ കന്നുകാലിയുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലിയുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും പെരിസരും അന്ന് ദേശത്ത് പാർത്തു. കനാന്യരും പെരിസ്ത്യരും അന്ന് ദേശത്ത് പാർക്ക. അവരുടെ ഇടയ്ക്കല്ല പെന്തിക്കോസുകാരും. കനാന്യരും പെരിസ്ത്യരും അവരുടെ നടുവില IPC-കാരനും ചർച്ച് ഓഫ് കോഡുകാരനും ന്യൂണ്ടിയാക്കാരനും അസംബ്ലീസ് കോഡ് എല്ലാ കോഡുകാരനും. മനസ്സിലായോ? പെന്തിക്കോസ് കാരി, അതൊരു വലിയ കാര്യമാണ്. പെന്തിക്കോസ് വരാല് പിന്നെയും കുഴപ്പമില്ല, കാര്യ മനസ്സിലാകുന്നില്ല. പള്ളത്തെയും പറലും ഒക്കെ വാലേ കൊടിയുള്ള പറല, അത് വലിയ കുഴപ്പമില്ല. പക്ഷെ കാര്യ അതിന് നമ്മൾ അതാരോ അയ്യോ അതൊരു പെന്തിക്കോസ് കാര്യ. ഈ കാരി ഇവിടെ വന്നേ പിന്നെ ഇത്രോ മിണ്ടുന്നില്ല. ഞാൻ കുട്ടനാടൻ ഭാഷ പറയാം, കാരി കൂട്ടിനകത്ത് കയറിയ വലിയ പ്രശ്നമാണ്. കിടക്കുന്നതിനെല്ലാം ഇത് കുത്തുകൊണ്ട് ചിലതെണ്ണം ചാകും. കാരി കയറിയ വിശേഷിച്ച് പെന്തിക്കോസ് പെന്തിക്കോസുകാര് വഴക്കുണ്ടാക്കരുത്. കാരണം കനാന്യരും പെരിസരും ദേശത്ത് പാർക്കുക. അവരുടെ നടുവിൽ നീ വഴക്കുണ്ടാക്കാതെ പ്രശ്നമുണ്ടാക്കാൻ മാതൃകയോടെ ജീവിക്കണം. അവര് പറയണം, അയ്യോ അതെ ഇവിടെ ഒരു പെന്തിക്കോസുകാർ വന്നു കേട്ടോ, അവർ വന്നേ പിന്നെ നല്ല സമാധാനമായി. ഇവിടെ പണ്ടിവിടെ കുടിയും ബഹളവും മഴക്കും ബുക്കാറ സന്ധ്യ ആകുമ്പോ അങ്ങ് അലപ്പ. ഇതുങ്ങൾ വന്നേ പിന്നെ കേട്ടോ ഒത്തിരി അത് പറയിപ്പിക്കണം. ഇത് നേരെ തിരിച്ച, അയ്യോ ഒരു കുടുംബക്കാരിവിടെ വന്ന് എവിടുന്ന് വന്നതാണെന്നോ ഇതല്ല. ആ തള്ളയാന്നേ ആരോടും മിണ്ടുകയല്ല. അവരുടെ മോന്ത കണ്ടാൽ തന്നെ അറിയാം കുശുമ്പ് കുഞ്ഞായ്മേ കുത്തിയിടിച്ച് കയറ്റിയേക്കുക എന്ന്. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞ്, നിങ്ങളുടനെ എന്നെ ഇങ്ങനെ നോക്കുന്നത്. നിന്നെ പറ്റി പറയണം. അവരിവിടെ വന്നേ പിന്നെ ഇവിടുത്തെ വഴക്കൊതുങ്ങി. അവര് വന്നേ അയ്യോ ആ വ്യക്തി സഭയിൽ വന്നേ പിന്നെ വഴക്കില്ല കേട്ടോ. നേരത്തെ ആ സഭയിൽ അഭിപ്രായ വ്യത്യാസമൊക്കെയാ, പക്ഷെ പുള്ളി വന്നേ പിന്നെ അലോഗ്യമൊന്നും അത് പറയിപ്പിക്കണം. ഇത് നേരെ തിരിച്ചു, അയ്യോ ഈ വാർത വന്നേ പിന്നെ ഇത്രോ അങ്ങനെ പറയിപ്പിക്കരുത്. ആ അമ്മച്ചി വന്നേ പിന്നെ ആ വീട്ടിൽ സമാധാനമാണ്. ആ സഹോദരി വന്നേ പിന്നെ ആ വീട്ടിൽ അലോഗ്യം ഉണ്ടായിട്ടില്ല. ആ സഹോദരൻ ആ സഹോദരിയെ വിവാഹം ചെയ്തത് കൂടി അവിടെ വീട്ടിലെ പ്രശ്നം തീർന്നു. മറ്റേത് അലോഗ്യവും ബഹളവും വഴക്കും. ആ സഹോദരി വന്നേ പിന്നെ പാടുകയും പ്രാർത്ഥിക്കുകയും, അയ്യോ ആ വീടിന് നല്ല ഞങ്ങൾക്ക് അങ്ങനെ പറയിപ്പിക്കണം. എന്നെ എല്ലാവരും നിങ്ങൾക്കെല്ലാം ഒരു ചായ തന്നാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്, ഇരിപ്പ് കണ്ടിട്ട്. സ്തോത്രം. അബ്രഹാം ആത്മീയനാ. അബ്രഹാം പറഞ്ഞു പിണക്കം വേണ്ട, പിണക്കം വേണ്ട. അതിന് കാരണം അബ്രഹാം പറഞ്ഞു നാം സഹോദരന്മാരാ. അങ്ങനെയല്ലേ എഴുതിയേക്കണേ? വായിച്ചേ വായിച്ചേ വായിച്ചേ. എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരാ. നാം സഹോദരന്മാരാ എന്ന് പറഞ്ഞാൽ നാം സഹോദരന്മാരാ. ദൈവത്തിന് മഹത്വം. നാം ദൈവമക്കളാണ്. ഞാൻ സകല പെന്തിക്കോസുകാരോടും കൂടാ പറയുന്നത്. മറ്റുള്ളവരുടെ കാര്യം നമ്മൾ പറയണ്ട, അത് നല്ലതാ, എല്ലാവരും അനുസരിക്കുന്നല്ലേ. വഴക്കുണ്ടാക്കരുത്.
പിണങ്ങരുത്, പിണങ്ങരുത്, ആരോടും പിണങ്ങരുത്. ഇത് പിണങ്ങി വെച്ച് ഞായറാഴ്ച വന്ന് കർത്തൃമേശ എടുക്കുകയല്ല. കർത്തൃമേശ കൊണ്ടുവരുമ്പോൾ നിൽക്കുക സായിബാബ നിൽക്കും പോലെ. അല്ലെ കർത്തൃമേശയുടെ സമയത്ത് നേരെ വെളിയിൽ ഇറങ്ങിപ്പോവും. തിരുമേശ അടക്കുമ്പോൾ ഇവൻ മമ്മി പാഷന്മാരെ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവനെ കാണുകയല്ല. കർത്തൃമേശയെല്ലാം കഴിയുന്നതിന് വരെ അവൻ പോയി ചായയും കുടിച്ചേച്ച് മമ്മി എടാ നീ ഇനി എന്നാ ഗുണമാകുന്നേ? അവന്റെ വിചാരം അപ്പം ഞങ്ങൾ രണ്ടുപേരും തന്നെ തിന്നോട്ടെന്നാ. എടാ നിനക്കൂടെ തരാനല്ലേ, ഞങ്ങൾക്ക് 2-3 പേർക്ക് വേണ്ടിയാണോ യേശു മരിച്ചേ? നിനക്കും വേണ്ടിയല്ലേ മരിച്ചേ? ഈ ഒരു വണ്ണം മുഴുവൻ ഞങ്ങൾക്ക് തിന്നാൻ പറ്റുമോ? അല്ല ഞായറാഴ്ച തേജ ഇരുന്നുണ്ട്. ഇത് കർത്താവിന്റെ ശരീരമല്ലേ? അവിടുത്തെ ശരീരം ഭക്ഷിച്ചില്ലെങ്കിൽ നിനക്ക് കൂട്ടായ്മയില്ല, നിനക്ക് സമൃദ്ധിയായി ജീവൻ വേണ്ടേ? അവിടുത്തെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുന്നതല്ലേ ഈ തിരുശരീരം, അതിന്റെ സ്മാരകമല്ലേ അപ്പം. നീ അത് ഭക്ഷിക്കണ്ടേ? എന്നാ നീ ഭക്ഷിക്കാത്തെ? തിങ്കൾ മുതൽ ശനി വരെ കുഴഞ്ഞ് അവനെ ഇടിച്ചു മറ്റവനെ തല്ലി മരുമകളോട് മടക്കുണ്ടാക്കി ഭർത്താവിന്റെ നാവിക്ക് വന്ന് താങ്ങി അവൻ കസേര എടുത്ത ഒരു അടി അവള് കമന്ന് വീണ് അമ്മയും മോനും അപ്പനും മോനും കൊമ്പ് കോർത്തു ഉള്ള ആവശ്യമില്ലാത്തെല്ലാം ഫോണിൽ കൂടെ പറഞ്ഞു ചെന്ന് പറഞ്ഞു. എന്നിട്ട് തിരുമേശയാകുമ്പോ ഉണ്ടയിടുക. പ്രൈസ് ആൻഡ് വർഷിപ്പിനുണ്ട്. കർത്തൃമേശ എടുക്കുമ്പോ ഇവനെ കാണുന്നില്ല. നീ ഇത് കൊട്ടിയേച്ചും ഇത് വായിച്ചേച്ചും ഇത് കിണ്ണം അടിച്ചേച്ച് കർത്തൃമേശ എടുത്തില്ലെങ്കിലോ? ആ എടുത്തില്ലേ കുന്തമായിട്ട് നീ വന്നേക്കരുത്. പാടാനും ഇവിടെ നിൽക്കരുത്, വേറെ എവിടെയെങ്കിലും പൊക്കോണം. തബലയെ വായിച്ചേച്ച് കർത്തൃമേശ എടുത്തില്ലല്ലോ, മേല് വന്നേക്കരുത്, മേല് വന്നേക്കരുത്. ഹാർമോണിയം വായിച്ചേച്ച് തിരുമേശ എടുത്തില്ലെങ്കിലോ? മേലിൽ അങ്ങോട്ട് പൊക്കിക്കൊണ്ടുവരരുത്. ഇതെല്ലാം കൂടെ വെച്ച് അടിച്ചേച്ച് തിരുമേശ എടുത്തില്ലെങ്കിലോ? നിങ്ങളിവിടെ വന്ന് പാട്ട് പാടിയേച്ച് ഈ മാന്യ കർത്തൃദാസൻ അപ്പം നിർത്തി തരുമ്പോൾ നിങ്ങളത് എടുത്തില്ലെങ്കിലോ? നിന്റെ പാട്ട് വേണ്ട. നീ കൊടുങ്ങൂരി പാടി മുണ്ടക്കയം ചോറ്റ് വരെ പാടി വീട്ടിൽ പോകും. തിരുമേശ എടുക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിർമ്മല പ്രാപിച്ച സകല വിശുദ്ധന്മാരും ഭാഗവക്കാകണം. അതിന് താല്പര്യമില്ലെങ്കിൽ ക്രമീകരിക്കേണ്ട ഭാഗം നീ ക്രമീകരിക്കണം. സ്തോത്രം, സ്തോത്രം. അല്ലാതെ രാവിലെ ഞങ്ങളുടെ അമ്മയുടെ ഭാഷ പറഞ്ഞൊരു കളസോ എടുത്തിട്ടുണ്ട് ഒക്കത്തില്ല. ഇതെന്നെ എടുക്കാത്ത പല പ്രശ്നങ്ങളാ. നമ്മൾ എടുത്ത പോയിന്റ് ഇതാ, വഴക്ക്, പിണക്കം. ശനിയാഴ്ച രാത്രി അവന്റെ ചെവിക്കൽ നോക്കി 3 അടി അടിച്ചേച്ച് ഞായറാഴ്ച വന്നപ്പോ അപ്പം വെച്ച് എങ്ങനെ എടുക്കും? ക്രമീകരണം വരുത്തണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിൽ പിണക്കം ഉണ്ടാകരുത്. ആരോടും പിണങ്ങരുത്. കുടുംബത്തിൽ ആരോടും പിണങ്ങരുത്. സഹോദരങ്ങളോട് പിണങ്ങരുത്. സഭാവിശ്വാസികളോട് പിണങ്ങരുത്. അയലത്തുകാരോട് പിണങ്ങരുത്. പിണങ്ങുന്ന വിഷയങ്ങളൊക്കെ വരാൻ നീ അങ്ങ് ഒഴിഞ്ഞു മാറിയേക്കണം. ഒഴിഞ്ഞു മാറണമെന്ന് അധികം സംസാരിക്കരുത്. നീ ശാന്തമായിട്ടിരിക്കുക. വാക്കുകൾ വരുത്താ പാപം ഉണ്ടാകും. ചുമ്മാ ചപ്പളാത്തി അടിക്കരുത്. വിടുവായനായിട്ട് നടക്കരുത്. ഏഷണിക്കാരനായിട്ട് നടക്കരുത്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ദൈവമേ നല്ല അന്തരീക്ഷമായിരുന്നു ഇന്നലെ, ഞങ്ങളതൊക്കെ ഓർത്ത് വന്നപ്പോൾ ഇങ്ങനാന്നല്ലോ. അയ്യോ, നിങ്ങൾക്കും ആവശ്യമാ, പ്രസംഗിക്കുന്ന എനിക്കും ആവശ്യമാ. ഓൺലൈനിൽ എനിക്കൊരു 10-200 പേര് കാണുമായിരിക്കും. 550 പേരുണ്ട്. അവർക്കും ഗുണമാ. ഒന്നുകൂടെ പറയാം, പെന്തിക്കോസുകാരോടാ പറയുന്നത്, നീ പിണക്കരുത്, അന്യോന്യം പോർ വിളിക്കരുത്. ആരോടേലും പിണങ്ങി ഇരിപ്പുണ്ടെങ്കിൽ നിരപ്പ് പ്രാപിച്ചോണം. ഏത് നിമിഷത്തും കർത്താവ് വരാ. നീ കുരുക്കെല്ലാം ഒപ്പിച്ച പോക്ക് നടക്കുകയല്ല. ദൈവത്തിന് മഹത്വം. അല്ല അപ്രകാരം പറയുക, അയ്യോ ശണ്ട ഉണ്ടാകരുത്, നമ്മൾ തമ്മിൽ പിണക്കമൊന്നും ഉണ്ടാകരുത്. പറയുക, നാം സഹോദരന്മാരല്ലോ, നാം പെന്തിക്കോസുകാരല്ലയോ. ദൈവത്തിന് മഹത്വം. ഇങ്ങനെയൊക്കെ അപ്രകാരം ഒരു കാര്യം കൂടെ പറഞ്ഞ ആ ഭാഗം വിടാം. യുദ്ധത്തിന് പോയപ്പോൾ 318 അഭ്യാസി
അത് വീട്ടിൽ ജനിച്ച 318 അഭ്യാസി. നന്നായിട്ട് അബ്രഹാം അവരെ അഭ്യാസം പഠിപ്പിച്ചു. നമ്മൾ പഠിപ്പിച്ച അഭ്യാസമല്ല. നമ്മുടെ കയ്യിൽ ധാരാളം അഭ്യാസം ഉണ്ട്. അതെല്ലാം നമ്മൾ സമയം വരുമ്പം ഇറക്കാറുമുണ്ട്. ആ അഭ്യാസമല്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അബ്രഹാം ആത്മീയ അഭ്യാസം കൊടുത്തു. പാടുന്നത് എങ്ങനെ, പ്രാർത്ഥിക്കുന്നത് എങ്ങനെ, ഏത് പാട്ട്, എങ്ങനെ പ്രാർത്ഥിക്കണം, വചനം വായിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം, ഒരു ദൈവവചനം നടപ്പ്, ഇരിപ്പ്, ഡ്രസ്സ്, സംസാരം, കൂട്ടായ്മയ്ക്ക് വരവ്, പോക്ക്, ഇതെല്ലാം ഈ അഭ്യാസം അബ്രഹാം പഠിപ്പിച്ചെന്ന്. അതാ പഠിക്കേണ്ടത്. അല്ല മറ്റേ അഭ്യാസമല്ല. അത് നിന്റെ കയ്യിൽ ഒത്തിരി ഉണ്ട്, എൻ്റെ കയ്യിലും ഉണ്ട്. അതൊന്നും വേണ്ട. ആത്മീയ അഭ്യാസം അത് നന്നായിട്ട് പഠിക്കണം. അത് ആത്മീയ അഭ്യാസം. അത് വീട്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട, ഞാൻ ഇങ്ങനെ പറയാ, വീണ്ടും ജനിച്ചവർ, വീണ്ടും ജനിച്ച് ആത്മീയ അഭ്യാസം പഠിച്ചവരുമായി അബ്രഹാം യുദ്ധത്തിന് പോയപ്പോൾ ആ യുദ്ധത്തിൽ ദൈവം ജയം കൊടുത്തു. ഈ യുദ്ധത്തിൽ ജയമുണ്ടാകാനുള്ള കാരണം 1-2 കാര്യം പറഞ്ഞങ്ങ് നിർത്ത. 1 ആത്മീയ അഭ്യാസം, 2 സമ്പത്തിനോടുള്ള തന്റെ സമീപനം. അതാ ശാലേം രാജാവും സോദാൻ രാജാവും വന്നപ്പോൾ അവൻ പറഞ്ഞല്ലോ, ഇന്നത്തെ പിന്നെയാണെങ്കിലും സോദോൻ രാജാവ് ബേര എന്നെ സമ്പന്നനാക്കുന്ന പേര് വേണ്ട, നിന്റെ ചരടാകട്ടെ, ചെരുപ്പ് മാറാകട്ടെ, എനിക്ക് വേണ്ട. ഈ ആദ്യം വന്നതാ, യുദ്ധം കഴിഞ്ഞ് വന്നപ്പോ ആദ്യം വന്നതാരാ? 2 പേരല്ലേ വന്ന അബ്രഹാമിനെ എതിരേക്കാൻ. ആദ്യം വന്നത് സോദോൻ രാജാവ് ആദ്യം വന്നത്. രണ്ടാമത് വന്നത് ശാലേം രാജാവ്. ആദ്യം വന്നത് സോദോൻ രാജാവ്, രണ്ടാമത് വന്നത് സോദോൻ രാജാവ് പ്രാകൃതന്, ശാലേം രാജാവ് ആത്മീയന്. അതൊന്നും ഞാൻ വിവരിക്കാൻ നേരമില്ല. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ഒന്നാമത്തത് പ്രാകൃതം, ആത്മീയം പിന്നത്തേത്. അപ്പൊ 2 ആത്മീയം. ഒന്നാമത്തത് പ്രാകൃതം, അതാ സോദോൻ രാജാവ്. ആത്മീകൻ രണ്ടാമത്തതാ, അതാ ശാലേം രാജാവ്. സ്തോത്രം. ഞാൻ ഇനി ആ ഭാഗമൊക്കെ പറയണമെങ്കിൽ ഏറെ സമയം എടുക്കേണ്ടി വരും, അങ്ങോട്ട് പോകുന്നില്ല. കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ എന്നേലും ഒക്കുന്നെങ്കിൽ ഓർക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇപ്പം ഗുണമാകാനാണെങ്കിൽ ഇതൊക്കെ മതി, ഇത് മതി. ഇല്ല പാസ്റ്റേ 14 മൊത്തം പറഞ്ഞാലേ ഞാൻ ഗുണമാകുള്ളൂ, അങ്ങനെ ഇല്ലല്ലോ. ഇല്ല, മതി. പ്രസംഗിക്കുന്ന എനിക്കും കൂടെയുള്ള ദൂത. നാം ആരോടും പിണങ്ങാതെ ആത്മീയത്തിൽ പ്രഥമസ്ഥാനം കൊടുത്ത് വീണ്ടും ജനിച്ച് ആത്മീയ അഭ്യാസം പ്രാപിച്ച് കൃപയിൽ നിന്നാൽ നിനക്കൊരു ജയമുണ്ട്. അങ്ങനെ ജയിച്ചു വന്ന് നിന്നോട് ദൈവം പറയുകയാ, ഞാനാണ് നിന്റെ പ്രതിഫലം, ഞാനാണ് നിന്റെ പരിച. ദൈവം നമ്മുടെ പരിചയ, ദൈവം നമ്മുടെ പ്രതിഫലമാ. നിനക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല, നിന്റെ സന്തതിക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല, നിന്റെ കുടുംബത്തിൽ അനർത്ഥം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് പരിചയമായിട്ടൊരു ദൈവമുണ്ട്. അവൻ ദാവീദ് പറഞ്ഞു, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയ. നിനക്ക് ചുറ്റും ദൈവത്തിന്റെ പരിചയ, നിന്റെ കുടുംബത്തിന് ചുറ്റും ദൈവത്തിന്റെ പരിചയ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും ദൈവത്തിന്റെ പരിചയ. നീ പോകുന്നിടത്തല്ല ദൈവം നിനക്ക് പരിചയ. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവന് നന്മയ്ക്ക് മുടക്കം വരുത്തുകയില്ല. നിന്നെ നന്മ മടങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ സഹായിക്കും, ദൈവം നിന്നെ ശക്തീകരിക്കും. നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. നീ അനപ്പതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല, നിനക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. ഓ കൃപ, കൃപ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ, എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൃപയഗണം കൃപാനിധിയ, 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 കൃപയഗണം കൃപാനിധി. ഓ കൃപാനിധിയ, കൃപാനിധിയ. ഓ മുൻപേ പോയാനി കൈയടിച്ച് ചേർന്ന് നീ മാത്രമാ എനിക്കാധാരം, നീ മാത്രമാ എനിക്കാധാരം, കരുണാനിധിയെ. കൈയടിച്ച് ചേർന്ന് പാടി
എനിക്കാധാരം നീ മാത്രം എനിക്കാധാരം ദാദാ നിന്നിഷ്ട തന്നിൽ ഞാൻ ദൈവം തന്നിൽ വസിപ്പാൻ ഉന്നത ഓ ദാദാ നിന്നിഷ്ട തന്നിൽ തന്നിൽ വസിപ്പാൻ ഉന്നത ഓ ത്യാഗം ചെയ്യൂ നീ പാഴ്മണ്ണിനാശ ഓടുന്നു ഹാടിന് ഓടുന്നു നാടിന് ഓ കരുണാനിധി കാൽവരിയമ്പേ നീ മാത്രമാണ് എനിക്കാധാരം നീ മാത്രം എനിക്കാധാരം ആമേ മാറായലിന് പാറയിൽ വെള്ളം മാറാത്തേ മാധുര്യമന്ന മാറായലിന് പാറയിൽ വെള്ളം മാറാത്തേ മാധുര്യമന്ന യോദാന്റെ തീരമനാശ്വം യോർദാന്റെ തീരമനാശ്വാസം കരുണാനിധിയെ നീ മാത്രമാണ് എനിക്കാധാരം നീ മാത്രം എനിക്കാധാരം ഓ എന്നൻ സിയോനെ ചെന്നു ഓ അമ്മീരോ മാറുക്കനാനിൽ എന്നോൽ ചെന്നു അന്നീരോ മാറുക്കനാൻ ഓ ഭക്തർ സഭീകോ വ്യക്തമായി കാണുമെന്ന് രക്ഷകന് വ്യക്തമായി കാണുമെന്ന് രക്ഷകന് കരുണാനിധിയെ നീ മാത്രമാണ് എനിക്കാധാരം നീ മാത്രമാണ് ഓ കൃപായകന കൃപാനിധി ഓ കൃപാനിധിയെ കൃപാനിധിയെ കൃപായകന കൃപാനിധി ഓ കൃപാനിധിയെ കൃപാനിധി ഓ മുൻപേ പോയാ നീ പിൻപേ നീ മാത്രമാണ് നീ മാത്രമാണ് കൃപായകന കൃപാനിധി ഓ കൃപാനിധിയെ കൃപാനിധി കൃപായകന കൃപാനിധി ഓ കൃപാനിധിയെ കൃപാനിധി ഓ കൃപായകന കൃപാനിധി ഓ കൃപാനിധിയെ കൃപാനിധിയെ കൃപായകന ഓ കൃപായകന കൃപാനിധി ഓ കൃപാനിധിയെ കൃപാനിധി കൃപായകന ഓ നീതാരാജാന ഓ ദൈവിക വിടുതൽ
വൈഡബൽ ഊടബലംബല ദീപബല ഊടല കൈഡല അടബൽ തുരിബി കമനവ ദുരബല വടബല ആരാധിക്കാം ധീരാജാല രാജ വൈഡബല നഗര ധീരെ ഹംസസ് കൈഡൽ കൈഡൽ നഗര അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ബലപ്പെടുത്തുന്നു ബലപ്പെടുത്തുന്നു ഓ ജീസസ് ഓ ദൈവകൃപ 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 ധീരാജാല ധൂരാബാല സൈദലബാല അർദ്ധക്കെട്ടി ധൂമലപക്ഷം മേലകരകര അടിവലുടയ ഉയരല വൈഡ് ദീപലപക്ഷ സൈദല പടയ ഊടാരംബ രമണേ ദീപലപക്ഷ സൈദലബാല ദീപലബലബല ഊടബലബല ദീപലബലബല വൈഡലബാല ധീരാജാല ധീരാജാല വൈഡ് ധീര മംഗല വള്ളി വേദിക രക്ഷ ധൂര ഊടപ്പെട്ട ധീരബാല ഊടബലംബല ദീപല വൈഡ് അർദ്ധലവേദി വൈഡാരാജ വൈഡക്കെട്ട ഊടകമ്പ മേലക്കെട്ടം ധീര ചൂടം അർദ്ധക്കെട്ടി ഊടാബാല ഊടബാല ധീരബാല ഊടബാല ദിവി 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 കബരബലബലബല ദിരിബി കബരബല ദിരി ദിരി ഓ ദി സി സി അടമന വിരിബിക ബലബലബല ദിരിബിക ബലബലബല അന്തൽ കൈഡ ബലബലബല ധീരവക്ഷി അടൽ കടല പുരാതുരി ദിബരി ദിരിബി ഓ ധീരബലബലബല ദിരിബിരിബിക ബലബലബല ചൈദല ഉടബ റബലേ ദിരിബിരിബി ദിരി 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 കട ദിരി ദിരി കുടാബാര വൈഡാജാര വൈദവ അർദ്ധലവേദി വൈദഗരാജ ഊടകെട്ട ധീരകമ്പല വെള്ളി ചൂട ഊടകെട്ടം ധീരകടകം മേലകരക്കം ഊടബലംബല വൈദ മേലകെട്ടം ധീരജാല ഊടബാല വൈഡബാല ധീരി ധീരി ഓ രിബലബലബലബല ദിവികബലബലബല ദിരിബികബലബലബല ധീരവക്ഷ സൈദൽ കബലബലബലബല ദിരിബികബലബലബല തുരി തുരി പ്രബലബലബലബല ധീരവക്ഷ സൈദൽ കബലബലബല പുരാധന ദിരി കബലബലബലബല അന്തരചര തുരി പ്രബലബലബലബല ദിരിബികബലബലബല ധീരാജാല ധൂരാബാല വൈഡാബാല ഊടക്കെട്ടം ധീരജാല ധൂരാബാല വൈഡബാല ഓ ധീരബല ബലബല ബിരിബിരി ബിഗബല ബലബല ഊടബല ബലബല ബിരിബിരി ബിഗബല ബലബല അടമന ദുരിബി കബരബ ദുരബല ഊടബലംബേ റിബലബലബ ദിരിബിരി ഉടബല ബലബല ബിരിബിരി ബിഗബല ബലബല ബിരിബിരി ബിരിബി കബര കുടബ ബിരിബി സി 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 ഊടബലംബല ബിബലബലബല ഉടബാരബല ദിരിബി കബരബ ദുരബല Praise Jesus. Praise Jesus. Oh Jesus. Amen. കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ. ഇന്നലെ രാത്രിയിലും ഇന്നേ രാത്രിയിലും ഇവിടെ വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി ക്ഷണിച്ച ആദരണീയ കർത്തദാസൻ മെൽവിൻ പാസ്റ്റർക്കും കുടുംബത്തിനും ഇവിടുത്തെ ഈ മാന്യ സഭയ്ക്കും വിശേഷിച്ച് സഹോദരി സഹോദരന്മാർ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. എൻ്റെ കൂടെ വന്ന മാന്യ സഹോദരന്മാർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ലൈവിലുള്ള ദൈവമക്കൾ ഇവിടെയുള്ള ദൈവമക്കളും ഓർക്കുന്ന സമയത്ത് എളിയവരെ ഓർത്ത് ശുശ്രൂഷകൾ ഓർത്ത് വിശേഷിച്ച് തിരുവല്ലായിലെ ഹബ്രോൻ സഭയെ ഓർക്കുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കണമെന്ന് വിനീതമായിട്ട് എല്ലാവരോടും അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.